പ്രിയപ്പെട്ട ജേക്കബ് മാത്യു സാറ് അത് എടുക്കുന്നതായിരിക്കും. അധ്യാപകനായും നമ്മുടെ മഹാനഗര പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഈ നാളുകളിൽ നമ്മുടെ മഹാനഗര ആദിവാസി ബോർഡ് അംഗമായിട്ടും വളരെ സജ്ജമായിട്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ട സാറിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി സന്ദർഭത്തോടെ സ്വാഗതം ചെയ്തു. ഉദ്ഘാടനം ചെയ്ത ദിവസം മറ്റു വൈദിക ശ്രേഷ്ഠരെ എനിക്കെല്ലാവരും പേരറിയാൻ സമയം പോകുന്നുണ്ട്. ബഹുമാനമുള്ള വിദ്യാഭ്യാസം വർഗീസ് സാറ്, മഹാനഗരയുടെ സിവിഡി അംഗം ജോസഫ് സാറ്, ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, രാഷ്ട്രീയക്കാർ, വീട്ടമ്മമാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത്രയും വലിയൊരു ഗാദറിങ് ഇവിടെ വന്നു ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം കർത്തനേശു മഹത്വത്തിനായി. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം കർത്തനേശു മഹത്വത്തിനായി. താങ്ക് യു. ഹല്ലേലൂയ എന്ന് പറയുന്നത് ഞാൻ താങ്ക്സ് പറഞ്ഞ നിർത്തുകയാണ്. ഇവിടെ സംസാരിച്ച എല്ലാവരും വളരെ പ്രസക്തമായ രീതിയിലാണ് ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. എന്നാൽ ഒരു സാധാരണക്കാർ എന്നുള്ള നിലയിൽ, ഗ്രാമീണ ജീവിതം നയിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ നാം ആലോചിക്കുമ്പോൾ ഒരു ഭാരത പൗരനായി നാം മാറ്റപ്പെടേണ്ട ഒരു സമയത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഭാരതത്തിന്റെ നിയമപരമായ അവസ്ഥകളും വ്യവസ്ഥകളും എല്ലാം രൂപീകരിക്കപ്പെടുന്നത് ഇന്ത്യൻ പാർലമെന്റിലാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ഇന്ത്യൻ പാർലമെന്റോളം വളരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നിന്നാലേ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു ചിന്ത ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം നമ്മുടെ വൈദിക ശ്രേഷ്ഠർ എപ്പോഴും പറയാനുള്ളതാണ്. ക്രൈസ്റ്റ് നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ക്രൈസ്റ്റ് നമ്മളോട് പറഞ്ഞ അനേക കാര്യങ്ങളിൽ ഒരു കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. ഈ ഗലീല കടലിന്റെ അക്കരയ്ക്കരെ, അല്ലെങ്കിൽ അതിലൂടെ വള്ളം തുഴഞ്ഞ് മീൻ പിടിച്ചിരുന്ന തികച്ചും സാധാരണക്കാരായ ആളുകളോട് നടത്തിയ ഒരു സ്നേഹ സംഭാഷണമാണ്, അല്ലെ? എന്ത് സംഭവിച്ചു അവസാനം? അതങ്ങനെ സംഭവിച്ചില്ലേ? ലോകത്തിന്റെ അറ്റത്തോളം അവനെന്തായി മാറി? സാക്ഷികളായി. വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ പ്രാദേശികമായി പ്രവർത്തിക്കുക, ആഗോളമായി ചിന്തിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇന്ത്യയിലെ പാർശ്വവൽകൃത സമൂഹങ്ങളും ദരിദ്രരും അതിദരിദ്രരും തയ്യാറെടുക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ജനാധിപത്യപരമായ എത്രമാത്രം സാക്ഷരത നമ്മൾ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ കേവലം എഴുതാനും വായിക്കാനും കഴിയുകയല്ല, വിശ്വസാഹിത്യത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന അമൂല്യമായ കാര്യങ്ങൾ വായിച്ചറിയാനായിട്ടുള്ള അറിവ് കൂടി നാം നേടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിജയചൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന ഇന്ത്യൻ പാർലമെന്റിനാണ് കോടതിയുടെ, സുപ്രീം കോടതിയുടെ വരെ ഓർഡറുകളെ മാറ്റിമറിക്കാൻ സാധിക്കുന്നത്. ഇനി ആ നിയമത്തിന്റെ, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിന്റെ ഇരയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ട്രൈബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടന നിലവിൽ വന്ന നാളുകൾ മുതൽ ഇവിടെ ലഭ്യമായിരുന്ന സംവരണ അവകാശങ്ങളുടെ മേൽ, ഉന്നതിക്കുള്ള അവസരങ്ങളുടെ മേൽ വീണ ഇടിത്തിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ക്രീമി ലെയറും പിന്നെ എന്താണ് സബ് ക്ലാസിഫിക്കേഷൻ, അല്ലെ? മലയാള മാർക്കും ഇംഗ്ലീഷ് മാർക്കും നമ്മൾ മസ്റ്റായിട്ട് ഏതമ്മച്ചിയും പഠിച്ചിരിക്കണം. കാരണം ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്ന് കണ്ടേ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. കുട്ടികളാണ് ഇത് മനസ്സിലാക്കേണ്ടത്, അവരെയാണ് ഇത് ബാധിക്കുന്നത്. 1950 ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ നിലവിൽ വന്നു. ആ ഓർഡർ ഇപ്രകാരമായിരുന്നു, SC-ക്ക് ലഭിക്കുന്ന സംവരണം ഏതൊരു വിഭാഗത്തിനും ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ദളിത് ക്രിസ്ത്യൻസിനെ കുറിച്ചാണ് പറയുന്നത്,
ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഹൈന്ദവർ ആയിരിക്കണം. അപ്പൊ ഹൈന്ദവഗീത വിട്ടിട്ട് മറ്റൊന്നിലേക്ക് മാറിയാൽ അവർക്ക് എന്ത് ലഭിക്കില്ല? സംവരണം ലഭിക്കില്ല. ആ പ്രസിഡൻഷ്യൽ ഓർഡർ വഴിയാണ് 1950 OICക്ക്, അതായത് കൺവേർട്ടർ ക്രിസ്ത്യൻസിന് SCക്ക് ലഭിക്കുന്ന സംവരണാവകാശം നഷ്ടപ്പെട്ടു. ഇനി അവര് ഇപ്പോ ഈ കൺവേർട്ടർ ക്രിസ്ത്യൻസിനെ നമ്മുടെ CSI ചർച്ചിൽ പോലും SC എന്നാണ് സംബോധന ചെയ്യുന്നത്. അങ്ങനെ സംബോധന ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. SC അല്ല, അവര് കൺവേർട്ടർ ക്രിസ്ത്യൻസ് ആണ്. ഇപ്പൊ ദളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസവ ദളിതർ പൂർണ്ണമായും ദളിതരാണോ? വാസവ ദളിതർ പൂർണ്ണമായും ദളിതർ അല്ല, ദളിത് ക്രിസ്ത്യൻസ് ആണ്. അപ്പോ 1950 മുതൽ അവർക്ക് കൈമോശം വന്ന ഭരണഘടനാപരമായ സംവരണ അവസരങ്ങളും ആനുകൂല്യങ്ങളും ഈ കഴിഞ്ഞ എത്ര വർഷമായി അല്ലെ? 77-78 വർഷത്തോളം വരികയാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ദളിത് ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ടവർ ആരും തന്നെ ഇവിടെ കാണില്ല. ഇവിടെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത്തരം വിഷയങ്ങൾ പറയുന്ന ഇടത്തു നിന്ന് ഓടി ഒളിക്കുന്നവരാണ് അവർ. കാരണം പൊതുവെ ഞാൻ കയ്യൊന്നും നോക്കിയിരിക്കുന്നില്ല, കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഒരു നേച്ചർ അതാണ്. ഞാൻ അവരെ അധിക്ഷേപിച്ചതൊന്നും അല്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപകാരമുണ്ട്, അവരോടൊക്കെ ഒന്ന് പറയണം. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ ഡയോസിസിലും നാട്ടിലുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരോടൊന്ന് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഇപ്പോ ട്രൈബും ഇവിടുത്തെ ദളിതും അനുഭവിക്കുന്ന, നമ്മുടെ ഡയോസിസിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരസ്പരം ഒന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക, ഒരുമിച്ച് നിൽക്കുക. മനസ്സിലായോ? അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ദളിത് ആദിവാസി ബോർഡിന് ഉണ്ട്. പ്രശ്നങ്ങൾ അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അകന്നു നിൽക്കുവാനായിട്ട് പാടുള്ളതല്ല. ഈ സാധ്യതകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 2004 ഈ കമ്മ്യൂണിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചു. അതായത് CDC എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസ്, ഒരു കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ദളിത് ക്രിസ്ത്യൻസിന്റെ ഒരു കൗൺസിലാണ്, അത് ഒരു ബോഡിയാണ്. അപ്പോൾ അവർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇന്ന് അതിന് ദേശീയ തലത്തിൽ ഒരു രൂപം വന്നിട്ടുണ്ട്, അത് NCDC എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ദളിത് ക്രിസ്ത്യൻസിന്റെ തുല്യത പട്ടികജാതി സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ഈ കേസ് ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? ഹിയറിംഗിന് വേണ്ടി എടുത്തിട്ടില്ല. എത്ര വർഷം കഴിഞ്ഞു? 20 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ആ കേസ് അവിടെ എടുക്കാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. ഇവർക്ക് സ്റ്റാറ്റസ് അനുവദിക്കണമോ വേണ്ടയോ എന്നൊരു അഭിപ്രായം പറയാൻ കോടതിക്കാവില്ല. നമ്മളെ സംബന്ധിച്ച് ജുഡീഷ്യറിയും അതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദരടങ്ങുന്ന അതിന്റെ എക്സിക്യൂട്ടീവും ജനപ്രതിനിധികളടങ്ങുന്ന പാർലമെന്റും എന്താണ് എണ്ണയിട്ട യന്ത്രം പോലെ അല്ലെ, പച്ചക്കളം കണക്കെ അത് ജോലി ചെയ്യുകയും ഇതിൽ ആർക്കാണ് പവർ കൂടുതൽ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം എപ്പോഴും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു എങ്കിൽ മാറിയ കാലത്തിൽ ഇത് മൂന്നും കൂട്ടായി വരികയും ജനങ്ങളുടെ സംരക്ഷണത്തിൽ നിന്നും രാജ്യം പിന്നോട്ട് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്രകാരം എന്ത് ചെയ്യേണ്ടി വരുന്നത്? കൂടി വരവുകൾക്ക് തയ്യാറാവേണ്ടത്. നമ്മളടങ്ങുന്ന 85% ആളുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിലും ഒരിക്കലുമാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ, ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുന്ന ഏക വഴി എന്ന് പറയുന്നത് വ്യക്തിപരമായി നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുക. 2, നമ്മുടെ കുടുംബപരമായുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ വീടുകളിലെ അതിശക്തമായ ഒരു ചർച്ചാ വിഷയമായി നമ്മുടെ നിലനിൽപ്പ് മാറണം. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നാളെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു തൊഴിലിടത്തേക്കോ ജോലിയിലേക്കോ കടന്നു വരാൻ അവർക്കാവാത്ത ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി കേവലം ഇന്ത്യയിലെ 15% വരുന്ന സവർണ വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ ചർച്ചാ വിഷയമായി മാറണം. അടുത്തതാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്. സഭയിൽ ഈ വിഷയത്തെ കുറിച്ച് ശക്തമായി ചർച്ച ചെയ്യാനുള്ള വേദികൾ സഭയിൽ ഉണ്ടാവണം. സഭയ്ക്ക് നമുക്ക് നൽകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കീശയിൽ എന്ത് വേണം? തുട്ടുകൾ വേണം, ഇല്ലേ? നമ്മുടെ മക്കൾ കരയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ബിസ്ക്കറ്റ് വാങ്ങി നൽകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഉദ്യോഗങ്ങളും ഉദ്യോഗസ്ഥ അവസരങ്ങളും വേണം.
അത് നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ സടകുടഞ്ഞ് എഴുന്നേൽക്കാനായിട്ടുള്ള ഒരു ധാർമ്മിക ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. സഭ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമുദായമാണ്. സമുദായത്തിന്റെ ഒരു ശാക്തീകരണം. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ അന്തരിച്ച പ്രധാനമന്ത്രി വെടിയേറ്റ് മരിച്ചു. മനോരമ പത്രത്തിൽ ഇപ്രകാരം ഒരു ഫീച്ചർ വന്നത് ഇങ്ങനെ എഴുതിയും മനസ്സിൽ അന്ന് പതിഞ്ഞതാണ്. ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം അത് പറയാം. ശക്തമായ ഒരു ചങ്ങലയിലെ ദുർബലമായ ഒരു കണ്ണിയാണ് അതിന്റെ ബലം നിശ്ചയിക്കുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? ശക്തമായ ഒരു ചങ്ങലയിലെ ദുർബലമായ ഒരു കണ്ണി. നമ്മൾ 100 പേരുണ്ട്. 100 പേരിൽ ഒറ്റ ഒരാൾ ബലഹീനനാണെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു ആത്മബോധം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മരണം ഒന്നേ ഉള്ളൂ എന്ന് നമുക്കറിയാം. നമ്മുടെ പാട്ടുകളിലെല്ലാം മരണത്തിന്റെ സംഗീതമാണ്. ഉണർവ് ഗീതങ്ങളിൽ പോലും അല്ലെ? ഇങ്ങനെയല്ലേ സാറേ? അല്ലേ? എവിടെയാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? പ്രത്യാശയുടെ മുഖത്തേക്ക്. അപ്പോ മരണത്തെ സ്നേഹിക്കാത്ത ഒരു യാത്രയും ക്രിസ്ത്യാനിക്കില്ല. ക്രിസ്ത്യാനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ജനിച്ചാൽ അവൻ മരിക്കും. മരിക്കുന്ന വിധത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കർത്താവ് എത്ര നിഷ്ഠൂരമായി മരിച്ചു. അച്ഛൻ സൂചിപ്പിച്ചു ഒരു ദളിതാവസ്ഥ അല്ലേ? അത്രയും നിഷ്ഠൂരമായി മരിച്ചു. അപ്പോ മരണത്തിന് വേണ്ടി ആളുകളെ ആഹ്വാനം ചെയ്യുകയല്ല, എന്നാൽ പടപൊരുതി ജയിക്കാൻ കഴിയുന്ന ശക്തിയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പൊതുസമൂഹത്തിന്റെ സമഗ്രതയൊന്നും തച്ചുടയ്ക്കാനോ അല്ലെങ്കിൽ അതിന്റെ താളത്തെയൊന്നും മറ്റൊരു രീതിയിലാക്കി തീർക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. ഇപ്പൊ നാളെ കഞ്ഞിക്കുടിയിലെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ പത്രങ്ങൾ നാളെ അവിടെ കുറെ ഡ്രൈവർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മഹായിരവകയുടെ നേതൃത്വത്തിൽ കൂടിച്ചേർന്നിട്ട് അവര് വലിയ കായികമായിട്ടുള്ള ഒരു ശ്രമത്തിന് അവിടെ തീരുമാനമെടുത്തു എന്നൊക്കെ ആയിരിക്കും ആളുകൾ പറയുന്നത്. അതവരുടേതായിട്ടുള്ള കാര്യം. എന്നാൽ ഇത് നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഊണിലും ഉറക്കത്തിലും പാർലമെന്റ്, ഞാൻ പറയാനുള്ള കാരണം പ്രസിഡൻഷ്യൽ പാർലമെന്റിലെ പ്രസിഡൻഷ്യൽ ഓർഡറാണ് കൺവേർട്ടർ ക്രിസ്ത്യൻസിന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അവരുടെ ഒരു പ്രതിസന്ധി ഞാൻ പറഞ്ഞു, ഒപ്പം നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന പ്രതിസന്ധിയും അതിന്റെ പരിഹാരവുമാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റിനെ സംബന്ധിച്ച് PSCയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 1% സംവരണം നൽകുന്നുണ്ട്. 1% സംവരണം നൽകുന്നുണ്ട്. ആ 1% സംവരണം 48ാം റൊട്ടേഷനിലാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അത് കുറച്ചുകൂടി താഴേക്ക് മാറ്റി 20-ഓ 25-ഓ, ആർക്കെങ്കിലും 20-ഓ 25-ഓ ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ എന്നോട് വളരെയധികം കുറച്ചുകൂടി താഴ്ത്തി തന്നാൽ, അതായത് ടോട്ടൽ ഗവൺമെന്റ് ജീവനക്കാരുടെ കണക്കെടുക്കുമ്പോൾ 2500ഓളം ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവായിട്ടാണ് കാണുന്നത്. ആകെ 1% ആണ് കിട്ടുന്നത്. ലാസ്റ്റ് ഗ്രേഡിന് 2% കൊണ്ടുവരട്ടെ. ലാസ്റ്റ് ഗ്രേഡിന് 2%. ഇത്രയും സംവരണമാണ് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് കൺവേർട്ടർ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് കേരളത്തിൽ നടക്കാത്തതിനാൽ ഈ ജനസമൂഹത്തിന്റെ സംഖ്യ എത്രയെന്ന് തിട്ടപ്പെടുത്താൻ ആവില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജനസംഖ്യാ കണക്കെടുപ്പ് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പുറവിളിയാണ്. അപ്പോൾ പ്രതിസന്ധി ഒന്നുകൂടി ഞാൻ പറഞ്ഞു. അടുത്തത് എന്ന് പറയുന്നത് ഒരു കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷന് കഴിഞ്ഞ ബജറ്റിൽ കേവലം 10 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. ഈ 10 കോടി രൂപ അനുവദിക്കുമ്പോൾ 35 ലക്ഷം ജനങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ആളോഹരി എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി അവിടെ നിന്ന് പണം വാങ്ങുന്നതിനുള്ള നൂലാമാലകൾ വേറെയാണ്. സമയപരിമിതി മൂലം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടാതെ സാധ്യതകളുടെ ഒരു ലോകം നമ്മുടെ മുമ്പിൽ, അത് നമ്മൾ പരസ്പരം കൈകോർക്കുക എന്നുള്ളതാണ്. കുറച്ചൊരു വിട്ടുവീഴ്ച കാണിച്ചാൽ സ്വാഭാവികമായും ഐക്യം ശക്തിപ്പെടുത്താൻ ശരിയല്ല. ഇപ്പം നമ്മുടെ പലരുടെയും മനസ്സിൽ പലരുടെയും ചിത്രങ്ങൾ കടന്നു പോവുകയാണ്, ഇല്ലേ? അവർ കുറച്ചുകൂടി വിട്ടുവീഴ്ച കാണിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഐക്യപ്പെടാം, കുറച്ചുകൂടി ശക്തിപ്പെടാം. അപ്പൊ നമ്മുടെ കാര്യം കൂടി നമ്മളൊന്ന് ഓർത്താൽ മതി. നമ്മൾ കുറച്ചുകൂടി ഒന്ന് വിട്ടുവീഴ്ച കാണിച്ചാൽ ഒരുപക്ഷെ കുറച്ചുകൂടി ശക്തിപ്പെടാനായിട്ട് കഴിയും. എന്നിരുന്നാൽ പോലും ബലഹീനരായിട്ടുള്ള ദുർബലരായിട്ടുള്ള ജനസമൂഹങ്ങളെ കേവലം ഇരകളായി മാത്രം കാണുന്ന ഒരു ഭരണ സമൂഹം അതിന്റെ ശക്തി തെളിയിക്കുന്നതിന് ദുർബലരായിട്ടുള്ള ആളുകളെ അതിശക്തമായി സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദര വൃന്ദങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള
ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഇടപെടരുത്. ഈ വെള്ളത്തിലേക്ക് ചാടിക്കോ എന്ന് പറയുമ്പോൾ ഇത് കഴുത്തിന് മേലാണോ മുട്ടിന് താഴെ വരെയുള്ളൂ എന്നൊന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ എടുത്തു ചാടാവൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ രണ്ടാമത് മേഖലാ സമ്മേളനം. സൂചിപ്പിച്ചതുപോലെ ഒന്നാമത് മേഖലാ സമ്മേളനം 3 സഭാജില്ലകളെ കേന്ദ്രീകരിച്ച് മേലുകാവ് മറ്റത്ത് വെച്ച് നടന്നു. നമ്മുടെ കൺവെൻഷന് ശേഷം ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തോടെ 3ാം മേഖലാ സമ്മേളനം കട്ടപ്പന, വണ്ടിപ്പെരിയാർ മേഖലകളിൽ കേന്ദ്രീകരിച്ച് അവിടെ വെച്ച് നടത്തപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ മേഖലാ സമ്മേളനങ്ങളുടെ ഊർജം നമുക്ക് നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അതിന്റെ ശോഭ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വേട്ടുവ സമുദായത്തിലെ സഹോദരൻ പറഞ്ഞ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജന്മനാന്തനായ ഒരു കൊച്ചുകുഞ്ഞിനെ ഡോക്ടറെ അടുക്കൽ കൊണ്ടിരുന്നു. അവന്റെ അന്ധതയുടെ ആഴം ഡോക്ടർ മാതാപിതാക്കളോട് പറഞ്ഞു. അവനൊരു 3 വയസ്സുള്ളപ്പോൾ അവന് ഒരു കണ്ണട നമുക്ക് നൽകാമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ കണ്ണട വയ്ക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും കുഞ്ഞും കൂടി ഡോക്ടറെ അടുക്കൽ ചെല്ലുകയാണ്. കുഞ്ഞിനെ ടേബിളിൽ ഇരുത്തിയിട്ട് ഡോക്ടർ അവന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഫ്രെയിമോട് കൂടിയ ഒരു കണ്ണട അവന്റെ മുഖത്തേക്ക് വെച്ചു. നല്ലൊരു അങ്കലാപ്പോടെ കുഞ്ഞ് ആദ്യം അത് ഒരു അസ്വസ്ഥതയോടെ ഇരുന്നെങ്കിലും ഡോക്ടർ അത് യഥാവണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ ആദ്യമായി അവന്റെ ചുറ്റുമുള്ള കാഴ്ചകളെ വ്യക്തതയോടെ കാണുവാനായിട്ട് അവന് കഴിഞ്ഞു. ആ ഷോട്ട്സിൽ ആ കുഞ്ഞിന്റെ മുഖത്ത് വിരിയുന്ന ഒരു ഭാവമാറ്റം മാതാപിതാക്കളായ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പുതിയ കാഴ്ചകൾ കാണാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന മാറ്റങ്ങൾ കാണാം. പുതിയ കണ്ണടകൾ നാം വെക്കേണ്ട കാലമാണ്, വൈകുവാൻ പാടില്ല. ഈസ്റ്റ് കേരള മഹായിടവയ്ക്കും ദളിത് ആദിവാസി ബോർഡിനും ഇത്തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് ദൈവം എല്ലാവിധമായ അവസരങ്ങളും നൽകട്ടെ, പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ. എന്നെ ശ്രദ്ധിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും നാളത്തെ ഉണർവ് വഴിയിൽ നിങ്ങളും തിരികളായി മാറാനുള്ള അവസരം ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികളെ നാം ആദരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മധ്യത്തിൽ വളരെയധികമായി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ആദരിക്കാനുള്ള സമയമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി അവരുടെ പേര് വായിക്കുകയും ആ പ്രിയപ്പെട്ടവരെ ഒന്ന് ആദരവ് സ്വീകരിക്കണം എന്ന് ഓർമ്മിക്കുന്നു. അവരോട് കാണുന്നത് ഞാൻ വായിക്കുന്നത് റിബേക്ക ജോസഫ് കുന്നപ്പുറത്ത്, സിസ്റ്റി ജോൺസൺ, അജാ തോമസ് മുണ്ടപ്പള്ളി, സുമാൻ പി കെ കുന്നപ്പുറത്ത്, ഇവരെ പ്രിയപ്പെട്ട ടി കെ വിജയൻ ആദരിക്കുന്നത്. ബാക്കിയുള്ളവരെ നമ്മുടെ വീട്ടിൽ പോയി ആദരിക്കുന്നതായിരിക്കും. ആദിവാസി വിഭാഗത്തിന്റെ അറ്റത്തിന് വേണ്ടി സമരം ചെയ്ത് തീർക്കാനും കോടതി ഇറങ്ങേണ്ടി വന്ന സമരഭടന്മാരെ ഈ മേഖലാ സമ്മേളനം ആദരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരും എണീറ്റ് നിൽക്കണമെന്ന് ഓർമ്മിക്കുന്നു. ഒരു കയ്യോടും കൂടി നമുക്ക് ആദരിക്കാം. കാരണം നമുക്ക് വേണ്ടി ഈ ചർച്ച ജില്ലയ്ക്ക് വേണ്ടി ചർച്ച സഭയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട അനേകം ദൈവങ്ങളുണ്ട്. അവരെ ഇപ്പോൾ നമ്മൾ ആദരിക്കുന്നത്. സിസ്ലി ജോൺസൺ പ്രിയപ്പെട്ട റിബേക്ക കുന്നപ്പുറത്ത്, അച്ഛമ്മ മുണ്ടപ്പള്ളിയെ പ്രവചോദിക്കുന്നതിനായി ഇവർ കടന്നവർ മാത്രമല്ല കേട്ടോ. നമുക്ക് വേണ്ടിയുള്ളത് എലിസബത്ത് ജോണി മുണ്ടപ്പാക്കുണ്ട്, അതുപോലെ തന്നെ ജോൺസൺ മുണ്ടപ്പള്ളിയുണ്ട്, അതുപോലെ MS നാസൻ ഭാഗത്തുണ്ട്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് നടന്ന വേറെ റിപ്പോർട്ടുണ്ട്, പ്രിയപ്പെട്ട TJ ജോൺ തെങ്ങാരി. ഇത്രയും ആളുകളാണ് ഇതിനുവേണ്ടി അധ്വാനിച്ച ആളുകൾ. അവരൊരു കൂടി ഈ സമ്മേളനത്തിന്റെ പേരിൽ ആദരിക്കുന്നു. എല്ലാവരോടും നന്ദി പറയും. ഏവർക്കും ഇരിക്കാം. തുടർന്ന് ഈ യോഗത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് എല്ലാ ലക്ഷ്യങ്ങളും സഫലമാക്കുന്നത് സുവിശേഷീകരണം, ഇടയ പരിപാലനം, വികസനം എന്ന ത്രിവിധ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നത് പ്രധാനമായും അതിൻ്റെ വിവിധ ബോർഡുകൾ, അതുപോലെ സംഘടനകൾ എന്നിവരുടെ. അങ്ങനെ മഹാനഗരയിലെ സംഘടനകൾ അത് പ്രായത്തോടുള്ള ബന്ധത്തിലും ജെൻഡറിനോടുള്ള ബന്ധത്തിലും
പ്രത്യേകിച്ച് സുവിശേഷം നിർബന്ധത്തിനുള്ളതായി നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഈ 3 ലക്ഷ്യങ്ങളും സഫലമാക്കുന്നതിന് വേണ്ടിയുള്ള 13 ബോർഡുകളാണ് നമുക്കുള്ളത്. ഈ ബോർഡുകളും സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡയസിസ് എന്ന നിലയിൽ അതൊരു ചലനമായി മാറുന്നത്. ഓണക്കാലത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുള്ള ഒരു വിനോദമാണ് വള്ളംകളി എന്ന് പറയുന്ന സംഭവം. ഇവിടെ അടുത്ത് അങ്ങനെ അധികം വള്ളംകളി ഇല്ലെങ്കിലും നമ്മൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. ഈ വള്ളംകളിയിൽ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. വള്ളത്തിൽ കയറിയിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് തുഴയണം. എല്ലാവരും ഒരുമിച്ച് നന്നായി തുഴഞ്ഞാൽ മാത്രമേ അതിന് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കൂ. ഏതെങ്കിലും ഒരു കക്ഷി നേരെ തുഴയാതെയോ തുഴയുന്നതിന് വിരുദ്ധമായി പിടിച്ചുകൊണ്ടിരുന്നാൽ ബാക്കി എല്ലാവരെയും തോൽപ്പിക്കാൻ ഈ ഒറ്റ കക്ഷി മാത്രമുണ്ട്. അപ്പൊ അങ്ങനെ ഈ വള്ളംകളി എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം ഈസ്റ്റ് കേരള മഹാനഗരിയുടെ പ്രയാണം. ഇതിൽ ആരെല്ലാം ഉണ്ടോ ബാല്യ കൗമാര യൗവന വാർദ്ധക്യ വിഷയം കൂടാതെ സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ എല്ലാ ബോർഡുകളും ഒരുമിച്ച് ചേർന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് സാധ്യമാകൂ. നമ്മളിവിടെ നമ്മുടെ മഹാനഗരിയുടെ ദളിത് ആദിവാസി ബോർഡിന്റെ 2ാമത് മേഖലാ സമ്മേളനം വളരെ സുസജ്ജമായ ഒരുക്കത്തോടുകൂടെ ബോർഡ് സെക്രട്ടറിയുടെയും ബോർഡ് ഭാരവാഹികളുടെയും പ്രത്യേകിച്ച് ഈ ജില്ലയുടെയും അതുപോലെ കൊല്ലങ്കടി ജില്ലയുടെയും ചേലച്ചൂർ ജില്ലയിലും കൂടെയുള്ള ഒരുമിച്ച് വലിയൊരു കൂട്ടായ്മ ഇവിടെ കാണുവാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെ കൂടി വരുവാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാനുള്ള ബലമായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ കൃത്യമായി സ്പോട്ട് ഔട്ട് ചെയ്തിട്ട് അതിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദളിത് ആദിവാസി സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യയിലെ ജനങ്ങളെ വിവിധ കാലഘട്ടങ്ങളിലൂടെ വിവിധ തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന വർണ്ണവ്യവസ്ഥയുടെ ഭാഗമായി ബ്രാഹ്മണ, വൈശ്യ, ക്ഷത്രിയ അല്ലെ ബ്രാഹ്മണ, ശൂദ്ര, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മണരുടെ എണ്ണത്തെ കുറിച്ച് ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പം ഇന്ത്യയിലെ 4% ആളുകളെ ഉള്ളതാണ് പറയുന്നത്, ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം. ബാക്കി വരുന്ന ക്ഷത്രിയരുടെ എണ്ണത്തിൽ തന്നെ സംശയമാണ്. കാരണം രാജാക്കന്മാരായിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ്. അവരുമായുള്ള ബന്ധത്തിലുള്ളവരെ ആ നിലയിലായിട്ട് കണക്കാക്കപ്പെടേണ്ടതുള്ളൂ. അതുകൊണ്ട് അവരെ കുറിച്ച് 20% പറയുന്നെങ്കിലും അത് അത്ര ശരിയില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് കാണുന്നത്. വൈശ്യർ എന്ന് പറയുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരാണ്. അവരെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഇന്ത്യ ഗവൺമെന്റിൽ നിലവിലില്ല. 2015 ശേഷം എടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും 16% ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 4ാമത് പറയുന്ന ശൂദ്രർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന പ്രത്യേകമായ പ്രൊട്ടക്ഷനാണ്. അവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഇതൊരു ഭയമേ അല്ല. അതിനുശേഷം വരുന്ന ജനതയാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ആദിമ സമൂഹത്തെയാണ് അവർക്ക് മണ്ണിനും ഭരണത്തിലും ആരാധനയ്ക്കും അവരെ അവകാശം നിഷേധിച്ചു. മണ്ണിന് അവകാശമില്ല, ഭരിക്കുവാൻ അവകാശമില്ല, ബിസിനസ് നടത്തുവാൻ അവകാശമില്ല, ആരാധന നടത്തുവാൻ അവകാശമില്ല. അവർ എല്ലാ വിധത്തിലും അടിമത്തത്തിന്റെയോ ഒറ്റപ്പെടുത്തലിന്റെയോ അനുഭവങ്ങളിൽ സ്ഥിരമെടുത്ത് താമസിക്കുവാൻ അവർക്ക് അവകാശമില്ലായിരുന്നു. മാറി മാറി നോമാഡിക് പീപ്പിളായിട്ട് സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ജനത. ഈ ജനതയുടെ ഭാഗമാണ് ദളിത് ആദിവാസി സമൂഹത്തിന്റെ ആ പേരിനുള്ളിൽ കടന്നു വരുന്നത്. ഇവരുടെ നിലവിൽ നേരിടുന്ന ജാതീയ ക്ലാസിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ ക്രിമിനൽ മുതലായ വിഷയങ്ങളും ഇവിടെ ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട അച്ഛനും അതുപോലെ ജഗസാറും സൂചിപ്പിച്ചതുപോലെയുള്ള തുല്യത നിഷേധിക്കുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ എന്താണ് ചെയ്യുവാനുള്ളതെന്നാണ് നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യാനായിട്ട് വിളിച്ചത്. ഈ ചർച്ചയിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം. നമ്മളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തപ്പെടണം. നമ്മളിപ്പോൾ അഭിപ്രായം പറയുന്നത് ഞാൻ പറഞ്ഞ അഭിപ്രായമാണ്. അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഭിപ്രായമാണ്. അതിന് യാതൊരു വ്യത്യാസമൊന്നും കാര്യം ചെയ്യരുത്. അതിന്റെ പരാജയങ്ങളും അതിന്റെ മെറിറ്റും ഡീമെറിറ്റ്സും കൂടെ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാണ്. ഇന്ന് നാം ഇവിടെ അച്ഛനും അവർ സൂചിപ്പിച്ച പ്രകാരം ഭരണരംഗത്ത് ഈ ജനതകളില്ല. അപ്പൊ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ MLA MP എന്ന നിലയിലേക്ക് ഈ ജനതയ്ക്ക് എങ്ങനെ എത്തിച്ചേരാനായിട്ട് കഴിയും, അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അത് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗമായി, അല്ല ഒരു വിഷയത്തില് 1/3 ഭാഗമായി. മറ്റൊന്ന് ജുഡീഷ്യൽ സിസ്റ്റയുടെ കലാപത്തിലുണ്ട്. ജുഡീഷ്യറിയില് നമുക്ക് നമ്മുടെ ജനമില്ല. ഡിസിഷൻ മേക്കിംഗ്, നിയമ സംവിധാനത്തിൽ തീരുമാനമെടുക്കുന്നത് നമ്മുടെ ആളുകളല്ല.
അതുകൊണ്ട് നമ്മളെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ട കാര്യവും ഇല്ല. നമ്മുടെ പ്രശ്നം അവർക്ക് പ്രശ്നമായിട്ട് തോന്നാറില്ല. അതുപോലെ തന്നെ MLA നടത്തുന്ന നിയമനിർമ്മാണത്തിൽ അവിടെ നമ്മളില്ല. പിന്നെ നമ്മളില്ലാത്തത്തോളം കാലം നമ്മുടെ കാര്യം അവിടെ ചർച്ച ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് മറ്റാരോ എടുക്കുന്ന തീരുമാനങ്ങൾ, മറ്റാരോ എടുക്കുന്ന വിധികൾ, ഇവിടെ എല്ലാം അടിമകളായിട്ട് നമ്മൾ ഇങ്ങനെ പോയാൽ മതിയോ? അതോ ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് ഒരു വെല്ലുവിളി ഉയർത്തിയ സമൂഹമായിട്ട് നമുക്ക് ഉയരാനായിട്ട് എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ മക്കളെ IAS പോലെയുള്ള സിവിൽ സർവീസുകളിൽ അതിലേക്ക് നമുക്ക് എത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറാണ്, അല്ലേ? ഡോക്ടർ എഞ്ചിനീയറുടെ പ്രശ്നം എന്താണ്? പ്രശ്നം വലിയ പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇവരെ എവിടെ ഇരുത്തണം, എങ്ങോട്ട് മാറ്റണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന സിവിൽ സർവീസ് ഓഫീസേഴ്സാണ്. അവരാണ് ഇപ്പൊ പള്ളി അടച്ചിടണോ വേണ്ടത് തീരുമാനിക്കുന്ന അവകാശമുണ്ട്. സിവിൽ സർവീസ് വരുന്ന കളക്ടർ പോലെയുള്ള ആ നിലവാരത്തിൽ വരുന്ന അവകാശമുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എത്താനാവില്ല. ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തണം. നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ശക്തി, അതിന്റെ ശക്തി തെളിയിച്ചിട്ട് ഇവരെക്കാളും ബ്രൈറ്റ് ആണ് നമ്മുടെ മക്കളെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ വെല്ലുവിളി എന്ത് ചെയ്യുവാൻ നമുക്ക് കൂടെ വന്നിരിക്കും. അതുപോലെ മണ്ണിന് പേരുള്ള അവകാശം, അത് ഞാൻ പലതവണ ആവർത്തിക്കുന്നുണ്ട്, എവിടെയും ആവർത്തിക്കുന്നില്ല. അത് എത്രയോ കാലമായി നിഷേധിക്കപ്പെട്ടതാണ്. അത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സഭയായി നമ്മുടെ സഭ മാറണമെന്ന് അറിയാത്തത്. രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്ന നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പുതിയ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ ഉള്ള ഒരു സമൂഹമായി നമ്മൾ തന്നെ ഉയരേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതരായ തലമുറകളെ നമുക്ക് സംഭാവന ചെയ്യുവാനും അവർ ജുഡീഷ്യറിയെയും അവർ സിവിൽ സർവീസുകളെയും ആരെ കീഴടക്കുവാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ തലമുറകളെ നാം ഉയർത്തേണ്ടിയിരിക്കുന്നു. നമ്മളാരും വളരാതിരിക്കുവാൻ, നമ്മളാരും തകരാതിരിക്കുവാൻ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന ധാരാളം പ്രലോഭനങ്ങളും ചതിക്കുഴികളുമുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ സംവിധാനത്തിലും ജുഡീഷ്യറിയിലും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവിലും നമുക്ക് നമ്മുടെ തലമുറകൾ ഉയർത്തുവാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാവരും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള വഴികളുണ്ട് എന്നുള്ള ഇതുകൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ചിന്തയായി ചർച്ചയായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ അധ്വാനിച്ച പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങൾ അഭിനന്ദനം ചെയ്യേണ്ട ഇവിടെ വികാരിയായിരിക്കുന്ന തോമസ് അച്ഛൻ, ഇവിടെ നമുക്ക് ക്ലാസ് എടുത്ത് നമ്മളെ സഹായിച്ച സെക്രട്ടറി ജോയി അച്ഛൻ, അതുപോലെ സ്നേഹമുള്ള നമ്മുടെ ജഗന്നാഥ് സാറ്, തിരുവനന്തപുരം ബോർഡ് സെക്രട്ടറി വിൻസെന്റ്, അതുപോലെ നമ്മുടെ ബോർഡിലെ വിവിധ അംഗങ്ങൾ, ഇവിടെ കടന്നു വഹിക്കുന്ന എല്ലാവിധ നന്മയും എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ സംരംഭത്തിന്റെ പിന്നിൽ അധ്വാനിക്കുകയും കടന്നു എല്ലാ വൈദ്യരെയും കൃഷ്ണന്മാരെയും സഭാ ശുശ്രൂഷരെയും പ്രത്യേകിച്ച് മാതൃശ്രേയും തങ്ങളുടെ കായിക കൾച്ചറൽ കഴിവിനെ വെളിപ്പെടുത്തിയ ചിന്നപ്പാറയിലെ സഹോദരങ്ങളെയും എല്ലാവരെയും മുക്തമുണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഒരുമിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമ്മുടെ സാമൂഹ്യ രംഗങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന, പൊതുപ്രവർത്തനങ്ങളിൽ വളരെ അധികം മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സുകുമാരൻ, ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുകുമാരൻ മുപ്പൻ ബ്രദറിനെ ഈ ആശംസ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഈ മേഖലാ സമ്മേളനത്തിൽ തീർച്ചയായും ആഗ്രഹിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അതുപോലെ തന്നെ അച്ഛന്മാരുടെ പേര് വരത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ച് എനിക്ക് തോന്നുന്നു ഈ 37 ആദിവാസി വിഭാഗക്കാർ നമ്മുടെ സംവരണം സുപ്രീം കോടതി പോലുള്ള ജഡ്ജിമാർ എടുത്തു കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആദിവാസികൾ ദളിത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ല, ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. അതിനകത്ത് നമുക്ക് ഇത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എങ്ങനെ ആളുകളെ വിവിധ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെ ഒരുമിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു പഠനം തന്നെ നടത്തേണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ആളുകളെയും 37 സമുദായക്കാരുണ്ട്. ഇടുക്കി ജില്ലയിൽ തന്നെ വിവിധ ആദിവാസി വിഭാഗക്കാരുണ്ട്. അവർ തന്നെ ഒത്തുകൂടിയാൽ തന്നെ ഇതിനൊരു പകുതി മാറ്റം. അതിനകത്ത് ക്ലാസ്സിലത്തെ അച്ഛനും അതുപോലെ തന്നെ സാറൊക്കെ സൂചിപ്പിച്ച് ഒരു ചങ്ങലയിലുള്ള ഒരു കണ്ണി പോയാൽ അപ്പോൾ അത്രയും ആ ചങ്ങലയ്ക്ക് ബലം കുറയും എന്നതിൻ്റെ ആശയവും അത് തന്നെയാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളും പിന്നെ സമയം ഒക്കെ വളരെ കുറവുള്ളതുകൊണ്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും ആദിവാസികളുടെ ദളിതരുടെ വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ
ഒന്നായിട്ട് അണിചേരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനകത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മളെപ്പോലുള്ള ആളുകളെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ ഒരുമിപ്പിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. കാരണം ഇത് നമുക്കിതിപ്പോൾ ഞാൻ കഞ്ഞിപ്പള്ളി പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറാണ്. എനിക്ക് ഈ നാട്ടിൽ ഏത് വാർഡിലാണ് സംവരണം ഉണ്ടെങ്കിൽ മത്സരിക്കാൻ അവസരമുണ്ട്. അല്ലാതെ നമുക്ക് എന്തു തന്നെ ആയാലും ഈ ആളുകൾ നമുക്ക് അവസരം തന്നെ അതൊരു വലിയ കടമ എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മളെ ഭരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മളാണ് അവരെ ഭരിക്കേണ്ടത് എന്നുള്ള കാര്യവും എല്ലാവരും ഓർത്താൻ നല്ലത്. ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മേഖലാ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചർച്ചയിൽ പങ്കെടുക്കുന്നു നമ്മുടെ വാർഡ് മെമ്പർ ഐസൻ ചിത്ര. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ വേദിയിലും സദസ്സിലും വഹിക്കുന്ന ഏറ്റവും ബഹുമാനികൾ, നമ്മുടെ മേഖലാ സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ക്രിമിനൽ പരിശീലനങ്ങളെ ആ വിഷയത്തെ ആസ്പദമാക്കിയതോടൊപ്പം തന്നെ നമ്മൾ വിവിധ സമുദായത്തിൽപ്പെട്ട ജനങ്ങളെ മാറ്റി നിർത്തി ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യ ഭരിക്കുന്ന പുതിയ ഭരണ സംവിധാനം പോലും ഏത് വിധേനയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ചിന്തകളും അന്തർധാര സജീവമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ നേരത്തെ തന്നെ പൊതുവേദികളിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യങ്ങളായിരുന്നു. എന്നിരുന്നാൽ പോലും വൈകാതെ തന്നെ നമ്മൾ ആ കാര്യങ്ങൾക്കെല്ലാം മുന്നോട്ട് ഒരു കാൽ വെപ്പ് വെക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. ഇത് താഴേക്കിടയിൽ തന്നെ ജനങ്ങളെ ബോധവൽക്കരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജനവാദത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി ഐക്യമായ ചർച്ചകളിൽ കൂടി നേതൃത്വം നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യം നമുക്ക് വന്നിരിക്കുകയാണ്. മൂപ്പൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു ST സമുദായത്തിൽ പെട്ടതിൻ്റെ പേരിലാണ് ഒരു പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഇപ്പോൾ നിലകൊള്ളുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ള ജനറൽ സീറ്റുകളിൽ നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയ സാമുദായിക പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ സംസാരിക്കാൻ സാധിക്കും, നമുക്ക് ഇന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തകൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സംവിധാനത്തിൽ കൂടിയാണ് നമ്മുടെ ജാതിയിൽപ്പെട്ട വ്യക്തിത്വങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും അതോടൊപ്പം തന്നെ ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന സമുദായത്തിൽപ്പെട്ടതാണ്, നമ്മൾ ഇന്ന മേഖലയിൽ നിന്ന് കടന്നു വന്നതാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം നമുക്കില്ല. അതെന്താ ചോദിച്ചാൽ നമ്മുടെ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റുള്ളവർ നമ്മൾ എങ്ങനെ കാണുന്നു, നമ്മളെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള ഒരു അപകർഷബോധമായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇതിനെല്ലാം പിന്നോട്ട് വലിക്കുവാൻ ഇടയാക്കിയത്. ഇതിനൊക്കെ ഉപരിയായിട്ട് സംഘടനാ രംഗത്ത് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുകയും സംഘടനാപരമായിട്ട് നമ്മൾ ആശയങ്ങളുടെ ചർച്ചകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ധൈര്യം സംഭരിക്കുവാനും മറ്റുള്ള ജനങ്ങളോട് സംസാരിക്കുവാനും ഇടപെടുവാനും വേണ്ടി കൂടുതൽ സാഹചര്യങ്ങൾ ഉരുത്തിരിക്കുവാൻ ഇടയാക്കി. ഇപ്പോൾ നമ്മളിവിടെ തന്നെ നോക്കുകയാണ്, നമ്മുടെ സമുദായത്തിൽപ്പെട്ട എനിക്കറിയാവുന്ന പല മുഖങ്ങളെയും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ജോലി തിരക്കുകളായിരിക്കാം, ഒരുപക്ഷെ ഇതിനോട് നിപുണത കാണിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇന്നത്തെ പുതിയ തലമുറ ഉൾപ്പെട്ട് എത്രയോ യുവജനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. ചില മുതിർന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല എന്ന് ഇതിനൊക്കെ എന്താണ് ആവശ്യകത എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന ചില സമൂഹം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതിനെയൊക്കെ മാറ്റം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ട് കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൂടുതൽ യുവജനങ്ങൾക്കിടയിൽ ഇതിനു വേണ്ടിയുള്ള ഒരു സെമിനാറുകളോ ക്ലാസ്സുകളോ നമ്മൾ നടത്തേണ്ട സാഹചര്യം മുന്നോട്ട് പോയിരിക്കുകയാണ്. അവരെ നമ്മൾ ബോധവൽക്കരിക്കുകയും ഇതിനു വേണ്ടിയുള്ള ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് കാര്യങ്ങളായിട്ട് നിൽക്കുന്ന വ്യക്തികളോട് നമുക്ക് ഇതിനു വേണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളായിരിക്കും നമ്മളിവിടെ ഇരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് സാമ്പത്തികമായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും അവരിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ സംഭാവനകളൊക്കെ മേടിച്ച് ഈ ക്രിമിനൽ ഈ സർക്കാർ ഇപ്പോൾ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ഈ ഒരു നിയമ സംവിധാനത്തെ നമ്മൾ എങ്ങനെ മറികടക്കേണ്ടിയിരിക്കുന്നുള്ള നല്ലൊരു ചർച്ച നമുക്കിവിടെ ആവശ്യകതയാണ്. ഇതിനേക്കാൾ ഉപരിയായിട്ട് യുവതി യുവാക്കന്മാരുടെ ഞാൻ ഒരു യുവതി അല്ലെങ്കിൽ യുവാക്കന്മാരെ പ്രതികരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ
എനിക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 2 ജില്ലകളിൽപ്പെട്ട യുവതി യുവാക്കന്മാരെ കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ താഴെക്കടിയിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ. ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വങ്ങൾക്കും എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ എന്റെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഞാൻ അറിയിച്ചുകൊണ്ട് വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഹായിടവയുടെ ആത്മായ സെക്രട്ടറി പ്രിയപ്പെട്ട വർഗീസ് സാർ. ആദ്യമായിട്ട് തന്നെ ഈ ഒരു സമ്മേളനം മഹാസമ്മേളനമാക്കിയതിൽ ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള അച്ഛന്മാരും പ്രിയപ്പെട്ട എല്ലാ ആൾക്കാരോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ചർച്ചകൾക്കുള്ള സമയമായതുകൊണ്ട് പ്രസംഗ രൂപേണ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ ഇനിയും ഫോർവെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. വിജയോച്ചനും അതുപോലെ സാറും ക്ലാസ് എടുത്തു. അതിൽ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇത് എങ്ങനെ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നീങ്ങേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, സഭയും മറ്റിതര സംഘടനകളുമായിട്ട് കുറച്ചുകൂടി ആഴത്തിലുള്ള ബന്ധത്തിലും ഒറ്റക്കെട്ടുള്ള എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. 33 വർഷം ഞാൻ സർവീസ് ചെയ്തു. ഞാൻ 1989 ജോയിൻ ചെയ്യുമ്പോൾ അന്ന് ഞാൻ ഈ കത്തീഡ്രൽ സഭയിൽ തിരിഞ്ഞിരിക്കുന്ന ആളുകൾ പറയുകയാണ്, അന്ന് ഏതാണ്ട് 450ഓളം എംപ്ലോയീസ് ആ സഭയിൽ ഉണ്ടായിരുന്നു. ഇന്ന് 2024 25 ആരംഭിക്കുന്നു. ഇന്ന് ഏകദേശം 23ഓളം ആൾക്കാർ മാത്രമേ അവിടെ എംപ്ലോയി ഉള്ളൂ. 2027 ആകുമ്പോൾ അത് 6 പേരായിട്ട് ചുരുങ്ങും. അതാണ് നമ്മളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇപ്പോൾ സ്വകാര്യവൽക്കരണം ഒരു വശത്ത് നീണ്ടുകൊണ്ടുവന്നു, ബാങ്കിൻ്റെ മറ്റു സ്ഥാപനങ്ങളിലേക്കൊന്നും ജോലി ഇല്ലാത്തൊരവസ്ഥ വരുന്നു. എന്നാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ജോലിക്ക് വേണ്ടി അറിഞ്ഞില്ല. നമ്മുടെ എല്ലാ കുട്ടികളും നമുക്ക് എല്ലാ അനുഭവമുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ചിന്തയിൽ. ഒന്ന്, ഇവരെ മാത്തുക്കുട്ടിയച്ഛൻ പറഞ്ഞ പോലെ അവരെ ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ വളരെ നല്ല പോസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ അവരെ സഭയായിട്ട് സംഘടനകളായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അവർക്കതിനുള്ള വേദി ഒരുക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ഈ സംവരണം നിലനിന്നാൽ പോലും എത്ര പേർക്ക് ജോലി കിട്ടും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് അഥവാ ഈ ജോലി എല്ലാവർക്കും ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ജോലിയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും അവരെ മറ്റു ഫീൽഡുകളിലേക്ക് നമ്മളവരെ തിരിച്ചുവിടാനുള്ള ശ്രമം, അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചുവിടാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മുടെ കൂടെ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ജോസഫ് രാജ് മാത്രമുണ്ട്. അദ്ദേഹത്തെ ഞാൻ അതിനൊരു സ്പെസിമെനായിട്ട് ചൂണ്ടിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ഗവൺമെൻറ് ജോലിക്ക് പോയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു കോൺട്രാക്ടറാണ്. എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഓരോ വീടുകൾ പണിത് അദ്ദേഹം കാശുണ്ടാവും. എത്ര ലക്ഷമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കണം. അപ്പോൾ അത് 2 ചിന്തകളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ സംഘടനയും സമൂഹവും തമ്മിലുള്ള അകലം കുറയ്ക്കണം. അത് ഏത് സംഘടനകളാണെങ്കിലും അതായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളുടെ നമ്പർ കുറയുന്നു എന്നുള്ളതും വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും 2027 കഴിയുമ്പോൾ നമ്മുടെയൊക്കെ സ്തോത്രകാഴ്ച കുറയും. യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സഭയും സംഘടനകളും മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം. തുടർന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ടിൻസി തോമസ് ഉണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള നല്ല ചർച്ചകളിലും തുടക്കം മുതലേ പങ്കെടുത്ത ആളുകളായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച അച്ഛൻ പറഞ്ഞു, നമ്മൾ വള്ളം തുഴയാൻ പോകുന്ന എല്ലാവരും ഒന്നിച്ച് നിന്ന് തുഴഞ്ഞാൽ മാത്രമേ അത് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ചങ്ങലയാണെങ്കിലും എത്ര ബലമുള്ള ചങ്ങലയാണെങ്കിലും അതിലെ ഒരു കണ്ണി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്ര ബലമുണ്ടെന്ന് പറഞ്ഞാലും അത് ഇല്ലാതായി തീരുകയാണ്. നമ്മളിന്ന് നമ്മളുടെ ഇടയിലേക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നിച്ച് തുഴയാനായിട്ട് എത്ര പേര് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് സംവരണം എന്താണെന്നോ അതിൽ നിന്നും എന്ത് ആനുകൂല്യമാണോ നമുക്ക് കിട്ടുന്നത് എന്നൊന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം ഇവിടെ സാറ് സൂചിപ്പിച്ച് പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ എംപ്ലോയീസിൻ്റെ എണ്ണമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ പച്ചപ്പിൽ വളർന്നുപോയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പഠനത്തിന് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഗ്രാൻഡ് അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളപ്പോൾ ഒന്നിച്ച് നമ്മുടെ ഒരു തുടക്കം എന്ന നിലയിൽ ദളിത് ആദിവാസി ബോർഡിൻ്റെ ഈ സംരംഭത്തെ അഭിനന്ദിക്കുകയാണ്. ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പല ആളുകൾ പറയുന്ന പോലെ ഒരു കമ്പൊടിക്കാനായിട്ട് വളരെ നിഷ്പ്രയാസം സാധിക്കും. പക്ഷേ
ഒരുപാട് കമ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ഒടിക്കുവാനായിട്ട് പെട്ടെന്നൊന്നും സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മളും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അതിന് ഈ ചർച്ചയിൽ വേദിയാകാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ മാസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ യോഗത്തിനും എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെ അതിനായിട്ട് ബഹുമന്ത്രം നമുക്കുണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ആദരണീയനായ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജയച്ചൻ, അതുപോലെ നമ്മുടെ ഈ ദളിത് ആദിവാസി ബോർഡിൻ്റെ സെക്രട്ടറി സാധാരണ സെക്രട്ടറി വിൽസൺ, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലിരിക്കുന്നതായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, വളരെ പ്രാധാന്യമറിയിക്കുന്നതായ ഒരു മീറ്റിംഗാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോഴും വളരെ പ്രാധാന്യമെന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം പ്രതിസന്ധി ആദിവാസി ദളിത് സമൂഹങ്ങൾ നേരിട്ടപ്പോൾ വിവിധ പേരുകൾ വിവിധ സംഘടനകളായിട്ട് നിന്നും, എന്നാൽ ഇന്ന് CSIST കേരള മഹായിടവ അതിനുവേണ്ടി ഒരു പുതിയൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു തുടക്കത്തിൽ പങ്കാളികളാകുകയും ഇത് എന്തിനു വേണ്ടി ഏതിനു വേണ്ടി എന്ന് ഉള്ളത് വ്യക്തതയോടുകൂടി നമ്മുടെ സഭകളിലും നമ്മുടെ സമൂഹത്തെയും വരും തലമുറയും സംസാരിക്കുകയും അവർക്കൊരു പുതിയ അറിവ് കൊടുത്ത് യുവജന പ്രസ്ഥാനത്തിലൂടെ യുവജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി അണിനിരക്കുവാൻ ശക്തരാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ഒരു കാര്യം. അതിനനുസരിച്ചുള്ളതായ ചിന്തകളും കാര്യങ്ങളും ഇടപെടലുകളും വളരെ ഭംഗിയായി നടത്തിയാൽ തീർച്ചയായിട്ടും ഈ ഒരു ഈസ്റ്റ് കേരള ഡയോസിൻ്റെ കീഴിലുള്ളതായ ഈ പ്രവർത്തനം വളരെ ഫലം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ആത്മവിശ്വാസം പറയുന്നത്. കാരണം ഇതൊരു തുടക്കം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഞാൻ ഇന്ന് ഇവിടെ വരാൻ ആഗ്രഹിച്ച അല്ല എന്ന് കാരണം വരാൻ ഒന്ന് രണ്ട് പ്രാധാന്യമായ മീറ്റിങ്ങുകളുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിനുപരിയായിട്ട് നമ്മൾ സംഘടിക്കുക ശക്തരാകുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി മാത്രമാണ് ഞാൻ കൊണ്ടുവരുന്നത്. കാരണം 2-3 ഫോണുകളിലൊന്നും ഇല്ല എവിടെയാണെന്ന് ചോദിച്ചു. കാരണം അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്തു എങ്കിൽ മാത്രമേ നമ്മുടെ വരും തലമുറകൾക്ക് അതിനുള്ള ബോധമുണ്ടാകൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചർച്ചകൾ എപ്പോഴും ആരോഗ്യകരമായ തീരുമാനത്തിലും കൂട്ടായ പ്രവർത്തനം സംഘടിക്കുകയും ശക്തരാകുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകളും ഭാവം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് നമസ്കാരം. മഹാടവ എക്സിക്യൂട്ടീവ് മെമ്പർ ജോസഫ് രാജകുമാർ സാർ ഇപ്പോൾ ചർച്ച നയിക്കുക. ഈ അവസരത്തിൽ എല്ലാ ആളുകളും തന്നെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തതാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതിൽ ഒന്നും പറയേണ്ടതായിട്ടില്ല. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഈസ്റ്റ് കേരള ലൈനിലുള്ള ആളുകൾ താമസിക്കുന്നത് ഏകദേശം 165 കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു മീറ്റിംഗ് അഭിസംബോധന സംസാരിച്ചപ്പോൾ ഏകദേശം 1955 ശേഷം കുറച്ച് ആളുകൾ വന്നു. പിന്നെ അതിന് ശേഷം ജോലിക്ക് വീണ്ടും കുറച്ച് ആളുകൾ വന്നു. പിന്നെ 90കളിലൊക്കെ ആയപ്പം കുറച്ചുകൂടെ അധികം ആളുകൾ, 2000 കുറച്ചുകൂടെ അധികം ആളുകൾ. എന്നാൽ ആ ഒരു വരവിൻ്റെ പേസ് സ്പീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 165 ഫാമിലി അവിടെ ഉള്ളത് ജോലി കിട്ടി അവിടെ വന്നിട്ടുള്ള ആളുകളാണ്. മേൽകാവ് കത്തീഡ്രൽ ചർച്ചിൽ തന്നെ ഏകദേശം 1000 കുടുംബങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അല്ലേ സാറേ? അപ്പം 1000ൻ്റെ ഒരു 15% 165. നമ്മുടെ ഡയോസിസിൽ മൊത്തം എത്ര കുടുംബങ്ങളുണ്ടാവും? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയൊക്കെ കിട്ടി. കുറച്ച് കുടുംബങ്ങൾ എറണാകുളത്തും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം ജോലിയൊക്കെ കിട്ടി ഈ ഉദ്യോഗസ്ഥരായിട്ടും അങ്ങനെ ഒരു വളരെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നല്ല സാമ്പത്തിക വളർച്ചയൊക്കെ വേണ്ട ആൾക്കാർ നമ്മുടെ ടോട്ടൽ ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനവും, അത് കൂടുന്നില്ല. അപ്പം ഇത്തരം ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരു സവർണറായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉയർന്ന ജാതിയിലുള്ള ആളുകളുടെ ഒപ്പം കോമ്പേറ്റ് ചെയ്ത് ആ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന്റെ ഫലമാണ് ഈ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഈ കോടതി വഴിയും ഭരണപരമായിട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അവരെ വെച്ചിട്ടാണ് എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു ക്രീമിലെയർ ഇതിലേക്ക് പോകുമ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്നത് എല്ലാവരെയുമാണ്. ഇപ്പം പറഞ്ഞതുപോലെ 23,000 രൂപ ഒരു മാസം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളും ഈ ക്രീമിലെയറിൽ സബ്മിഷനോ അത് വരുമ്പോൾ അതിന് മുകളിലായി പോകും. പിന്നെ അവർക്കും ഈ സംഘടന ഉണ്ടാവില്ല. 20 ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോയാൽ 20,000 രൂപ കിട്ടും ഇല്ലേ? അപ്പോൾ ഏതെല്ലാം ആളുകൾ ഇതിന് മുകളിലായി പോകും എന്നൊന്ന് ആലോചിക്കാം. അപ്പം ഇതൊരു
ഒരു വളരെ വലിയായിട്ടുള്ള എതിർപ്പിന്റെ അല്ലെങ്കിൽ ഒരു വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ എന്തൊക്കെയോ മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതിയിലൂടെയാണ് ഇത്തരം തീരുമാനങ്ങൾ വരുന്നത്. അത് ഒരു നല്ല പദ്ധതിയല്ല. അതിനെ എതിർക്കേണ്ട ഒരു സാഹചര്യം, ഇപ്പോൾ ഒരു കോടതിയെ എതിർക്കുക അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനങ്ങളൊക്കെ എതിർക്കുക, അതിനെതിരെ പോരാടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ പോരാട്ടമല്ല, അതൊരു വലിയ പോരാട്ടമാണ്. അതിന് ഈ ഏറ്റവും പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരും ഒരുമിച്ച് അതിനെതിരെ പോരാടുക, അതിന്റെ സീരിയസ്നെസ് എന്താണ്, അതിന്റെ ഒരു വലിപ്പം എന്താണ് എന്നുള്ളത് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു പ്രശ്നത്തിന്റെ വലിപ്പം മനസ്സിലാക്കി ഒരുമിച്ച് നിൽക്കുക, ഇതിനെതിരെ ഏതെല്ലാം രീതിയിൽ പോരാടാൻ കഴിയുമോ ആ രീതിയിൽ എല്ലാം പോരാടുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇവിടെ പറഞ്ഞതാണ്, കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു അവസരത്തിനായിട്ട് എല്ലാവരോടും നന്ദി പറയുന്നു. ഈ മേഖലാ സമ്മേളനം വളരെ ശക്തമായി അടുത്തൊരു മേഖലാ സമ്മേളനത്തിൽ ഇതിലും അധികം ആളുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശക്തമായി മുന്നോട്ട് പോകുവാൻ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രയോജനം നമ്മുടെ വരും കാലത്തിൽ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നത്. പ്രിയപ്പെട്ട CA ജോൺസൺ സാർ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. ഈസ്റ്റ് കേരള ഡയസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന രണ്ടാമത് ദളിത് ആദിവാസി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബിജു കെ തോമസ് അച്ഛൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ജോസ്ലിൻ അച്ഛൻ, ഈ സമ്മേളനത്തിൽ ഇവിടെ പേപ്പർ പ്രസന്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചതോടെ ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛൻ, അതുപോലെ തന്നെ ജേക്കബ് തോമസ്, വൈദികരെ, ജനപ്രതിനിധികളെ, ദളിത് ആദിവാസി സംഘടനകളുടെ പ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. 2011 ഇന്ത്യൻ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളത് 1% ഇവിടുത്തെ ദളിത് ആദിവാസി വിഭാഗം. 16% പട്ടിക ജാതിക്കാരും 7.5-8% വരുന്ന പട്ടികവർഗക്കാർ. ഇന്ത്യൻ പാർലമെന്റിൽ 540ഓളം MP-മാരുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 144 MP-മാർ പട്ടികജാതി പട്ടികവർഗത്തിൽ വരുന്നതാണ്. കേരളത്തിലാണെങ്കിൽ 140 നിയമസഭാ സാമാജികന്മാരിൽ 14ഓളം MLA-മാര് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് 2 MP-മാർ പട്ടികജാതിയിൽപ്പെടുന്നവരുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതിയുടെ വിധി എന്താണ്? പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉപസംവരണവും ക്രീമിലെയറും ഉൾപ്പെടുത്താൻ പോകും. അതിനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. ഇന്ത്യൻ ഭരണഘടന എന്താ നമ്മളോട് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ മതേതരത്വ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഉൾപ്പെടുന്ന മാറ്റി നിർത്തിക്കൊണ്ടല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ വളരെ ഹിഡനായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പാഠപുസ്തക നിർമ്മാണത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാരെ പുറന്തള്ളുന്ന രീതിയിലുള്ള കരിക്കുലം നിർമ്മാണ പദ്ധതിയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇതുവരെ നമ്മൾ വായിച്ചതും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തിരുത്തിയെഴുതാൻ പോവുകയാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഒരു സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ ഒരു പാഠപുസ്തകം അതിന്റെ അധ്യാപകരിൽ നിന്ന് അതിന്റെ കരിക്കുലം നിർമ്മാണ സഭയിൽ ഒരു ചർച്ച വരികയാണ്. ചർച്ച ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ഒരു വിഷയമാണ്. ഡോക്ടർ KS രാധാകൃഷ്ണനെ പലരും വളരെ ആർജവമായി അദ്ദേഹം പറഞ്ഞ് ശരിയാണെന്ന് പറയാണ്. NTU നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ പ്രവർത്തകരുണ്ട്, LDFന്റെ സംഘടനാ പ്രവർത്തകരുണ്ട്, UDFന്റെ സംഘടനാ പ്രവർത്തകരുണ്ട്. KS രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ ഇവരാരും മുന്നോട്ട് വന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞു. ഡോക്ടർ KS രാധാകൃഷ്ണൻ PSC ചെയർമാനായിരുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. വളരെ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. പക്ഷെ ഈ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നില്ല. കരിക്കുലം കമ്മിറ്റിയിൽ ഒരു റിട്ടയർഡ് അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്.
ഞാനിത് പറയുന്നത് ഇവിടുത്തെ ജനപ്രതിനിധികൾ നമുക്കൊക്കെ ഈ സംവരണം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ ഫീസ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ ഫീസ് കൊടുക്കണം, കോളേജിൽ ഫീസ് കൊടുക്കണം, അത് മാത്രമല്ല പ്രശ്നം, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ നമുക്ക് അർഹത നേടുന്നത് എങ്ങനെയാണ്? നമുക്ക് സംവരണം ഉള്ളതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ പല കാര്യങ്ങളിൽ നമ്മൾ കൈയടിക്കുന്നവരും കൈ പൊക്കുന്നവരും കൈ കഴുകുന്നവരുമായി തീരാതെ നോ എന്ന് പറയാനുള്ള ഒരു ശബ്ദം കൂടി നമ്മളിൽ നിന്ന് ഉണ്ടാകണം. അതല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സംവരണം ഒക്കെ തന്നെ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2025 ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ മാറ്റി എഴുതും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ സമീപിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും നിശബ്ദരായി ഇരിക്കാൻ പാടുള്ളതല്ല. നിശബ്ദരായിരിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. നിശബ്ദരായിരിക്കാൻ എന്താണ് നമുക്ക് അവകാശം? നമ്മൾ ഇന്ത്യൻ പൗരനല്ലേ. അതുകൊണ്ട് ഈ സുപ്രീം കോടതി വിധി നമ്മൾ അംഗീകരിക്കുന്നതല്ല എന്നാണ് ഇവിടെ ദളിത് ആദിവാസി സംഘടനകൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ അതിന് സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് നടന്നു. ഇനി SC/ST ദേശീയ കോൺഫറൻസ് ഈ ഫെബ്രുവരി മാസത്തിൽ ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ്. ഇന്ത്യൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഈ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഇവിടുത്തെ ആദിവാസി ദളിത് വിഭാഗത്തിന് അനുയോജ്യമായ രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ ഇവിടുത്തെ പാർലമെന്റിനല്ലാതെ വേറെ ആർക്കും അധികാരമില്ല. അതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ 141, 142 അനുച്ഛ ആർട്ടിക്കിൾസ് പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റ് ചർച്ചയില്ലാതെ. അതുകൊണ്ട് ഈ നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും ഗവർണർ, കോടതികൾ, അങ്ങനെയുള്ള പാർലമെന്റ് ഇതെല്ലാം രാജ്യം ഭരിക്കുന്ന ഒരു അവരുടെ ഒരു കീഴിലാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടെത്തിയിരിക്കുക. കോടതിക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. യാതൊരു ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് കോടതി അഭിപ്രായം പറയുന്നത്. ഏകദാന സ്വഭാവമുള്ളവരല്ല ഇന്ത്യയിലെ പട്ടികജാതി പട്ടികക്കാർക്ക്, ഏകദാന സ്വഭാവമുള്ളവരല്ല. ഒരു കാര്യം അതാണ്. ഇനി സംവരണം ഒരു തലമുറ കൊടുത്താൽ തന്നെ ഈ ഉപസംവരണം സംവരണം ഏർപ്പെടുത്തിയാൽ തന്നെ ഒരു തലമുറ മാത്രം മതി, അല്ലേ? സംവരണം കൊണ്ട് ഒരു വിഭാഗം സമ്പന്നരായി തീർന്നു, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തണം. അതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സംവരണം കൊണ്ട് ഒരു വിഭാഗം ആളുകൾ സമ്പന്നരായി തീർന്നു. അതെങ്ങനെയാണ്? സംവരണം പട്ടികജാതി പട്ടികവർഗക്കാർക്കും എല്ലാം ഒരുപോലെയല്ലേ? അതിലെ പട്ടിക വർഗത്തിനുള്ളിൽ മലയാളിക്ക് സംവരണം, ഉള്ളാടിന് സംവരണം, ഊരാടിക്ക് സംവരണം, അങ്ങനെയുണ്ടോ? അങ്ങനെയില്ലല്ലോ. അങ്ങനെ പ്രത്യേക സംവരണം ഇല്ല. പട്ടിക വർഗക്കാരന് ഒരൊറ്റ സംവരണം. കേരളത്തിലാണെങ്കിൽ, അല്ലെ, ഇന്ത്യയിലാണെങ്കിൽ 7%, കേരളത്തിലാണെങ്കിൽ 2%, SC-കാരനാണെങ്കിൽ ഇത്ര, അതേ ഉള്ളൂ. അല്ല ഉപസംവരണമൊന്നും ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്ത ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതിയാൽ കൊണ്ട് മാത്രമേ ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടെ ഉണ്ടാകാൻ പോകുള്ളൂ. അത് വളരെ ഗോപ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയെപ്പറ്റി വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇതിനെപ്പറ്റിയെല്ലാം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നതിന് പഠിക്കുന്നതിന് ഏകദിന ശില്പശാല ഈ മാസം 25-ാം തീയതി MD CMS ഹൈസ്കൂളിൽ വെച്ച് മലേറിയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. കെ അംബുജാഷൻ എന്ന് പറയുന്ന ദളിത് ആദിവാസിയുടെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയായ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കണം, നമ്മുടെ അഭിപ്രായം പറയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന CSI ഈസ്റ്റ് കേരള മഹായിടവക ദളിത് ആദിവാസി ബോർഡിന്റെ ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ നന്ദിയും കരയുകയാണ്. ഇങ്ങനെയുള്ള ചർച്ചാ യോഗങ്ങൾ അതിൽ നമ്മൾ സഭയെന്നോ സംഘടനയെന്നോ അങ്ങനെ ഒരു സംഘടിത മനോഭാവത്തിൽ സംഘടനകൾ നോക്കാതെ അറിവ് എവിടെ പങ്കുവയ്ക്കുന്നോ അവിടെ നമ്മൾ പങ്കെടുക്കണം. അതിന് ബാനോ കൊടിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ്. ഞാൻ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, മഹായിടവ ഭാരവാഹികളെ, പ്രിയ എൻ്റെ സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മഹായിടവയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു ചർച്ച നടന്നപ്പോൾ ബഹുമാനപ്പെട്ട ബിജോയ് സെക്രട്ടറി ഉണ്ടായിരുന്നതാണ്. ഈസ്റ്റ് കേരള മഹായിടവയുടെ ഭാവിയെക്കുറിച്ചൊരു ചർച്ച നടന്നു. അന്ന് ഞങ്ങൾ കുറച്ച് പേര് ഒരു വലിയൊരു വിഷമം പങ്കുവച്ചു.
നമ്മുടെ SC/ST വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ പങ്കുവച്ച കൂട്ടത്തിൽ പറയുകയുണ്ടായി, ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇവിടെ STക്ക് സംവരണം ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഈസ്റ്റ് കേരള മഹായിടവകയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് നിന്നിരുന്നത്. അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു, മെച്ചപ്പെട്ട് നിന്നിരുന്നത്. ഇന്ന് നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു വാള് ആയിട്ട് കോടതിയുടെ പരാമർശങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുകയും അതിനെതിരെ വളരെ ശക്തിയോടുകൂടി അതിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ളതുണ്ട്. അന്ന് ആ ചർച്ചകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായില്ല. എന്നാൽ ഇന്ന് കോടതിയുടെ പരാമർശങ്ങളുടെ ഭാഗമായി നമ്മുടെ സഭ, പ്രത്യേകിച്ച് ഈസ്റ്റ് കേരള മഹായിടവകയൊക്കെ അന്നത്തെ ചർച്ചാ വിഷയം എടുത്ത് ചിന്തിക്കുവാനും അതിന് അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ദളിത് ആദിവാസി ബോർഡ് മുഖേനയൊക്കെ മുമ്പോട്ട് വരുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. വൈകി വന്ന വിവേകം എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ. തീർച്ചയായും നമുക്കെതിരെയുള്ള ഈ പ്രശ്നങ്ങൾ നമുക്ക് ശക്തിയുക്തം എതിർക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പ്രിയ ജോസഫ് സാറ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ സർക്കാർ ജോലി എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടുവരും. ഇന്നിപ്പോൾ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. കാരണം അത് കയ്യാൽ പുറത്തെ തേങ്ങയാണ്. കാരണം ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കുകയൊക്കെ ചെയ്തത് അവൻ്റെ ജീവിതകാലം മുഴുവനും അവനൊരു ഒരു ഒരു അഭയകേന്ദ്രം എന്ന നിലയിലായിരുന്നു. അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായി അവൻ്റെ ജീവിതം മുഴുവൻ തീർക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യം മാറി. ഇന്ന് സർക്കാർ ജോലി എന്ന് പറയുന്നത്, ഇന്നത്തെ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു സുരക്ഷിതമായ മേഖലയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ പുതിയ മേഖലകളിലേക്ക് അവരെയൊക്കെ എത്തിക്കുവാനും അതിനായിട്ടുള്ള പരിശീലനങ്ങളും അതിനായിട്ടുള്ള ചിന്തകളും ഒക്കെ അവർക്ക് നൽകേണ്ട കാലം അതിക്രമിച്ചു. സ്വയം തൊഴിലുകളൊക്കെ ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ ഉൾപ്പെടെ പഠനത്തോടനുബന്ധിച്ച് അവരെല്ലാം ഈ കേരളത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കേരളം ഏകദേശം ഒരു 10-20 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു വൃദ്ധസദനമായി മാറും. അങ്ങനെ ആയി തീരാതിരിക്കുവാൻ നമുക്ക് ഇവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അവയൊക്കെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത് നമ്മൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ ഭരണ നേതൃത്വങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ഭരണ നേതൃത്വത്തിൻ്റെയൊക്കെ പൊതുവായ ഒരു കാഴ്ചപ്പാട്, അവരുടെ പൊതുവായ ഒരു ധാരണയും അല്ലെ അവര് രൂപീകരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അല്ലാതെ സമൂഹം നന്നാകണം, അല്ലെ ഇവിടുത്തെ ജനം നന്നാകണം, അല്ലെ ജനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉയരണം എന്നുള്ള ചിന്തകളൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ തലമുറയ്ക്ക് വരും കാലങ്ങളിൽ അവരുടെ സാമ്പത്തിക നില ഭദ്രമാക്കത്തക്ക രീതിയിലുള്ള നല്ല നല്ല ചിന്തകളും അവയെ പ്രാപ്തമാക്കുവാനായിട്ട് അവരെ അതിനുവേണ്ടി ഒരുക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം. അത് കഴിയാതെ വരുമ്പോൾ സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂടും. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹങ്ങളൊക്കെ വളരെ പുറത്തേക്ക് വീണ്ടും തള്ളപ്പെട്ടുകൊണ്ടിരിക്കും. അതിന് കൂട്ടായ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ആവശ്യമാണ്. അതിന് സഭ നേതൃത്വം നൽകേണ്ടത് വളരെ ആവശ്യമാണ്. അത് സഭയുടെ മാറി മാറി വരുന്ന നേതൃത്വങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ ഇത്രയും പേര് കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇത്രയും പേര് കടന്നു വന്നു, ഇതുകൊണ്ട് തീർന്ന് അങ്ങ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകരുത്. പലപ്പോഴും നമ്മുടെ പദ്ധതികളും നമ്മുടെ കുടിവരവുകളും ഒക്കെ അങ്ങനെയാണ്. അത് ഈ കാലത്തിന് നമുക്ക് യോജിച്ചതല്ല. വരും കാലത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സജ്ജമാക്കണമെങ്കിൽ അത്രയ്ക്ക് വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ, അത്രയ്ക്ക് വളരെ വലിയ ചിന്തകളോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.
മഹായിടവ സോഷ്യൽ ബോർഡ് സെക്രട്ടറി പ്രിയപ്പെട്ട PM രാജു ഇപ്പോൾ ചർച്ച പങ്കെടുക്കും. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രേഷ്ഠ വൈദികരെ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സമയം വളരെയധികം വൈകിയിരിക്കുന്നു. അതിൻ്റെ പകുതിയിലും ഇതിനോട് ആളുകൾ കടന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, അധ്യക്ഷൻ നിലയിൽ തന്നെ എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. ഇതിലും നമ്മുടെ ഈ രണ്ടാമത് മേഖലാ സമ്മേളനം വളരെ വിജയമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അനുമാൻ പറഞ്ഞപോലെ പലപ്പോഴും നമ്മുടെ തുടക്കം മാത്രമേ പലപ്പോഴും നടക്കാറുള്ളൂ, അതിന് ഫോളോ അപ്പ് ഒന്നും ഉണ്ടാകില്ല. എന്നാൽ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു വിധിയെ മറികടക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഭ പോലും ഇവിടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ആദ്യ 150-200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മലനാട്ടിലേക്ക് ഒരു സുവിശേഷം പോലും എത്തുവാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ താല്പര്യമുള്ള ഏറ്റവും അവസാനത്തെ കണ്ണികളാണ് നമ്മൾ. അന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പന്തളത്തും കോട്ടയം ജില്ലാ പ്രതിപാലകങ്ങളും വന്ന സാഹിബന്മാരെ പോയി ബലമായിട്ട് പിടിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യം അവരെ ഒരുക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്കിന്ന് സംസാരിക്കാൻ പോലും സാഹചര്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സഭ ഇതിന് വളരെ നേതൃത്വം കൊടുക്കുന്നുണ്ട്, വിശാലമായിട്ട് ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സഭയുടെ 44ാമത് കൺവെൻഷൻ നടക്കുമ്പോൾ, 44ാമത് കൗൺസിൽ നടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ഇതിനു വേണ്ടുന്ന സംഘടനയ്ക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും മഴയുടെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാത്ത പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്, ഇനി 2 മേഖലയും കൂടെ ക്രമീകരിച്ച് നമുക്ക് യോഗങ്ങൾ നടക്കാറുണ്ട്. ആ യോഗങ്ങൾക്ക് ശേഷം നമുക്ക് മഴയുടെ നേതൃത്വത്തിൽ വലിയൊരു കൺവെൻഷൻ ഇതിനെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. തുടർന്നുള്ള പ്രശ്നങ്ങളിൽ ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി വിധിയൊക്കെ നമുക്ക് മറികടക്കുവാനായിട്ട് കഴിയും. ഒപ്പം നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെങ്കിൽ വളരെ സാമ്പത്തികം ആവശ്യമാണ്. നമ്മുടെ മഴയിൽ നിന്ന് മാത്രമേ ഇതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയില്ല. കഴിയുന്നതും ആളുകൾ ഇതിൽ കൂടുതൽ ആളുകൾ വന്നതിന് ചർച്ചയിൽ നിന്ന് അതിനുള്ളൊരു സാമ്പത്തിക ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് വാഹനങ്ങൾ കൊടുക്കാനുള്ള സഹായം ചെയ്യണമെന്നാണ് എനിക്ക് സമയം പറയാനുള്ളത്. മാത്രം വെച്ചോണമെന്ന് എനിക്കറിയില്ല. സഭകളൊക്കെ കടത്തിലാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ലായിരിക്കും. ഒരുപക്ഷെ ദേവസ്വത്തിലുള്ള നമ്മുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ആ പ്രാദേശിക സഭകളിൽ നിന്ന് വാഹനം പിടിച്ച് അവിടെ ആളുകളെ എത്തിക്കുവാനും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കുവാനും അതിനുള്ള പ്രോത്സാഹനം നൽകണമെന്നതിൻ്റെ ഭാഗങ്ങളോട് ഞാൻ ഈ സമയം അറിയുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ഈ ഗവൺമെൻറ് നമുക്കൊരു ജോലി ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ സോഷ്യൽ ബോർഡിൻ്റെ ഒറ്റ കാര്യം മാത്രം പറയാം. നമ്മുടെ കുട്ടികളെ നമ്മൾ എഞ്ചിനീയർ ഡോക്ടർ മാത്രമാക്കിയാൽ പോരാ. നമുക്കൊരു ഇതര സഭകൾ നമ്മൾ നോക്കും മാർത്തോമ കത്തോലിക്ക സഭകളൊക്കെ വളർന്നു പോയത് അവരുടെ കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ചിട്ട് PC നഴ്സിംഗ് പഠിപ്പിച്ചിട്ട് അവർ വിദേശം കയറ്റിവിട്ടുകൊണ്ടാണ്. നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മളിപ്പോഴും നമുക്ക് വിദേശത്ത് സഹായം ഇങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അവിടെ ജോലി ചെയ്ത് നമുക്ക് പൈസ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ PC നഴ്സിംഗ് പോലെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിച്ചിട്ട് ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിട്ട് ഒരു വർഷം 100 കുട്ടികളെ തരാനാണ് ഞങ്ങളോട് ജർമ്മൻ എന്ന് പറഞ്ഞ ടീം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അത് 2ാം പ്രാവശ്യം മുതൽ അത് ഞങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. പല ആളുകളുടെ അടുത്ത് നമ്മൾ ഈ സന്ദേശം പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമില്ലാതെ ഒരു കാര്യവും നമുക്ക് മുമ്പോട്ട് പോകില്ല. ഇവിടെ ഒരു സമരത്തിന് വരണമെങ്കിൽ നമുക്ക് വാഹനം പിടിക്കണം. പലപ്പോഴും നടന്നമാരും സമരത്തിന് വരത്തില്ല. നമ്മുടെ പഴയ സ്വകാര്യ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സംഘടന പ്രവർത്തനം വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ 10 രൂപ ഉണ്ടായാൽ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വിദേശത്ത് പൈസ വരാതെ കേരളത്തിൽ കൃഷി എടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു കൃഷിക്കാരനാണ്. 2 മഴത്തേക്ക് മഴ മാറിക്കൊണ്ടിരിക്കുക, ഒരു കൃഷി ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആ രീതിയിൽ പൈസ ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ വിദേശത്ത് നിന്നുള്ള ഫണ്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ സാമ്പത്തിക ഘടന. അപ്പോൾ അതുകൊണ്ട് പരമാവധി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒപ്പം തന്നെ നമുക്ക് ജോലി സാധ്യതയുള്ള വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങളെ കടന്നുവിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ബാക്കി എല്ലാ സമരകാര്യങ്ങളെക്കുറിച്ചും കോടതി വിധികളെക്കുറിച്ചും വളരെ ചർച്ചകൾ നടത്തി. അതിൽ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ BSc നഴ്സിംഗിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഒപ്പം ജർമ്മൻ ഭാഷ 1 വർഷത്തെ കോഴ്സുണ്ട്, 6 മാസത്തെ കോഴ്സുണ്ട്. നിങ്ങൾ അതിന് സർട്ടിഫിക്കറ്റ് ചെയ്തും തരും. നമുക്ക് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാൻ വൈകില്ല. അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാമായിരുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമായിരുന്നു. എന്തായാലും ഈ യോഗം ഇത്രയും വളരെ വിജയകരമായി ഇവിടെ നടത്തുവാനായിട്ട് കഴിഞ്ഞ കാരാഞ്ചി മേഖല യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവിധ ആശംസകൾ അറിയിച്ചു ഞാൻ വാക്കുകൾ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി സിസിലി ജോൺസൺ ഇപ്പോൾ ചുരുങ്ങി സംസാരിക്കും. വേദിയിലിരിക്കുന്ന അത്രയും സ്നേഹവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, CSI ഈസ്റ്റ് കേരള മഹാനഗരിൻ്റെ നേതൃത്വ നിരകളെ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആദിവാസി ദളിത് സമൂഹത്തിൻ്റെ തുടർന്നുള്ള നേതൃത്വ നിരകളെ, ഞാൻ അധികം പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 2 വാക്ക് പറയാനുള്ളത്, ആദ്യമായി ഇവിടെ ഇത്രയും പേർ കൂടുതലുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. അതുകൂടാതെ സുവിശേഷീകരണം ബൈബിളിൽ നോക്കി പ്രസംഗിക്കുന്നത് മാത്രമല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ വേണ്ട രീതിയിൽ സഹായിക്കുകയും സഹകരിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതാണ് ക്രിസ്ത്യാനിയുടെ ദൗത്യമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ഞാൻ ആദ്യമായി ഒരു നമസ്കാരം പറയുന്നു. നമ്മുടെ വിജോയ് അച്ഛനും നമ്മുടെ ബാബു അബ്രഹാം പറഞ്ഞ അച്ഛനൊക്കെ ആദിവാസി ദളിത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ പഠിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരുമാണെന്ന് നമുക്ക് അറിയാം. ബാക്കിയുള്ള അച്ഛന്മാർ അത്ര രംഗത്തേക്ക് വന്നതായിട്ട് എൻ്റെ കാര്യം ഞാൻ കണ്ടിട്ടില്ല. എന്നാലും സുവിശേഷീകരണം എന്ന് പറഞ്ഞത് ദരിദ്രരുടെ ഇടയിലും
താഴെ കിടക്കുന്ന എല്ലാ ജനങ്ങളെയും ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സംരക്ഷിക്കുന്നതാണെന്നുള്ള ബോധ്യം വന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹം ഏത് രീതിയിലായിരുന്നു പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം ഇതുപോലെ നമ്മൾ യോഗങ്ങൾ വിളിച്ചുകൂട്ടും. അത് ആദിവാസി വേറെ, ദളിത് വേറെ, രണ്ടു കൂട്ടരും തമ്മിലും ഭിന്നതയിലായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ഇന്ന് ഒന്നിച്ചിരിക്കുന്നത് വിജയത്തിന്റെ ലക്ഷ്യമായി ഞാൻ കാണുന്നു. മറ്റൊന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തുടക്കം വലുതായിരിക്കും, അതിന്റെ പിന്നെ വരുമ്പോൾ അത് പുറകോട്ട് പോകുന്നു. കാരണം നേതൃത്വ നിരകളെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു. നമ്മുടെ കൂടെയുള്ള ഒരാള് ഏത് രീതിയിൽ നേതൃത്വം കൊടുത്താലും എത്ര കാര്യമായി സംസാരിച്ചാലും അവൻ ഇന്നലെ നമ്മളോട് ഇങ്ങനെ നടന്നവനല്ലേ, ഇതെത്ര പോകും നമുക്കറിയാം. ആ ഒരു വിലയിരുത്തൽ നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലഘട്ടങ്ങൾ നമുക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നാമും അംഗീകരിക്കപ്പെടുന്നത്. കാരണം തുടക്കത്തിൽ ഇങ്ങനെ കൂടിയിട്ട് മുന്നേ പോകുന്ന ഒരാൾക്ക് 10 രൂപ സാമ്പത്തികമായ ആവശ്യം വന്നാൽ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയുമെന്നറിയാവോ? അവൻ നാളെ വെല്ലുവിളിയാവും. കാരണം എന്താ? അവൻ പിരിവ് തുടങ്ങി. നമ്മളെയൊക്കെ വിറ്റ് മേടിച്ച കാശാണ് അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ വർത്തമാനങ്ങൾ. അവർ പറയുന്നത് അങ്ങനെയാണ്. ഒരിക്കലുമല്ല. നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എത്ര പൈസ കടം വാങ്ങിക്കുന്നുണ്ടെന്നുള്ള വിവരമൊക്കെ ആരും പറയാതെ തന്നെ എനിക്കറിയാം. സമര കാലഘട്ടങ്ങളിൽ 4-5 വർഷം കോടതി കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ മാത്രം കഞ്ഞി കുടിക്കാനല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. അന്നെല്ലാം തുടക്കത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ആരുമില്ലാതെ ഞങ്ങൾ കടം മേടിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിയത്. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുൻപിൽ ആരും നിന്നിട്ട് പ്രവർത്തിക്കുന്നു, അത് ആദിവാസി ആയിക്കോട്ടെ, ദളിതായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പല ആവശ്യങ്ങൾ കാണും. സാമ്പത്തികം വേണം, മറ്റുള്ള ആവശ്യങ്ങൾ വേണം. പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുവാൻ 10 രൂപയെങ്കിലും കൊടുത്ത് അവരെ സഹായിച്ചതിപ്പോ ഞാൻ അതിന്റെ പുറകെ ഉണ്ടെന്ന് ധൈര്യമായിട്ട് പറയാനുള്ള ഒരു ഇച്ഛാശക്തി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ സമൂഹം വിജയിക്കുന്നത്. എല്ലാവരും ചോദിക്കും, നിങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അവാർഡുകൾ കിട്ടിയില്ലേ? പല കാര്യങ്ങൾക്കും അവാർഡുകളും അംഗീകാരമൊക്കെ കിട്ടിയ ആളാണ് ഞാൻ. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, അവാർഡും അംഗീകാരവും അന്നേരത്തിനുള്ളതേ ഉള്ളൂ. നാളെ ഏതെങ്കിലും പത്രത്തിലെ ബുക്കുകളിലൊക്കെ വരുമായിരിക്കും. അവാർഡ് ഒരിക്കലും ആരുടെയും അത്താഴം ആവുകയില്ല. ഉറക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഇപ്പോഴും നമുക്ക് ഷാള് കിട്ടി, ആ ഷാള് ഇവിടെ കണ്ടവരെല്ലാം ഇയാൾ എന്ത് ചെയ്തിട്ട് അവർക്കൊരു അംഗീകാരം കിട്ടി, ബഹുമതി കിട്ടി, അത് നമുക്ക് എഴുതി വെക്കാനേ പറ്റുള്ളൂ. തുടർന്നുള്ള നാളത്തുള്ള പ്രവർത്തനത്തിന് അതൊരിക്കലും ശക്തിയല്ല മറ്റുള്ളവരുടെ മുൻപിൽ. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും, ഈ നേതൃത്വം നൽകുന്ന ഓരോരുത്തരും മുന്നോട്ട് പോകുമ്പോൾ ഒരു കൈ സഹായിക്കാൻ നാം ആരും മറക്കരുത്. അവർക്ക് ശക്തി വരണം. നമുക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പുറകെ ഞാനുണ്ട്. നമ്മൾ കൂടെ പോകുവാനും വലിയൊരു ജനസംഖ്യയായി ആദിവാസി ദളിത് പ്രദേശത്ത് കേൾക്കുമ്പോൾ സർക്കാർ വരെ ഞെട്ടുന്ന ഒരു സമൂഹമാക്കി നമ്മൾ മാറ്റണം. എവിടെ വിളിച്ചാലും അവിടെ വലിയൊരു ശക്തിയായിരിക്കണം നമ്മൾ. നമ്മുടെ വാർഡിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന സ്നേഹദേവി വിൻസെന്റ് നേരത്തോടെ എനിക്കറിയാവുന്ന ആളാണ്. എന്ത് ത്യാഗവും സഹിച്ച് ഏത് രംഗത്തും ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വിൻസെന്റ്. അതുകൊണ്ട് നമ്മുടെ യോൺസനുമുണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര പേരെ ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയത്. ആഴ്ചകളായിട്ട് ഇവര് നിലയില്ലാത്ത ഓട്ടമായിരുന്നു. അവർ ഓടി ഇവിടെ ഇത്രയും പേരെ സംഘടിപ്പിച്ചു. നാളെ എല്ലാ പ്രദേശത്തും വന്ന എല്ലാവരും നമ്മൾ ഓരോരുത്തരും ഓരോ പ്രവർത്തകരായി ആരും തിരഞ്ഞെടുക്കണ്ട, മുന്നോട്ട് പോകുവാൻ നമ്മൾ ശക്തി പ്രാപിക്കുമ്പോൾ, നമ്മളൊരു ഇച്ഛാശക്തി ഉണ്ടാകുമ്പോൾ ആദിവാസി ദളിത് ഗ്രൂപ്പ് ലോകം അറിയപ്പെടുന്ന വലിയൊരു സംഘമായിട്ട് മാറും. അതിനുവേണ്ടി എല്ലാവരും കൈയോട് കൈ കോർത്ത് ഒറ്റക്കെട്ടായി നിന്ന് ഈ സർക്കാരിനെ വെല്ലുവിളിക്കാൻ നമ്മൾ ശക്തരാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ അഭിമാനത്തോടെ നിൽക്കുന്നത് അതിന്റെ കഷ്ടപ്പാടിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ലൊരു ശതമാനം ജനങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട് എന്ന് നല്ല ഒരു നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖല ഉണ്ട് എന്നുള്ളത് നല്ല ബോധ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. വൈകിയ വേളയിലാണ് വണ്ടി കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട്, നമ്മുടെ യാത്രാ സൗകര്യത്തിന്റെ പ്രയാസം കൊണ്ടാണ് പലരും പോയത്. നമ്മുടെ രാജചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ പള്ളികളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു ഏരിയയിലേക്ക് പള്ളികളിൽ നിന്ന് ഒരു വണ്ടി വിളിച്ചു വരാനുള്ള ഒരു ആനുകൂല്യം എല്ലാവർക്കും കിട്ടുവാണെങ്കിൽ അവർക്ക് ചർച്ചകളിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കാനും തിരിച്ച് വണ്ടി പോകുമെന്നുള്ള പ്രയാസത്തോടെ ഇരിക്കാതെ കാര്യക്ഷമമായിട്ട് ആലോചിക്കും നല്ല ആളുകളുണ്ട്. ഞാനന്ന് ആദ്യം ഇതിന്റെ തുടക്കത്തിൽ തന്നെ ബോർഡ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ ഈ പല മേഖലകളിലും പല പ്രശ്ന മേഖലകളിലും സമര മേഖലകളിൽ വന്നപ്പോൾ ഒരുപാട് വ്യക്തികളെ എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കൂടി ചേർന്നാൽ ഈ മറ്റ് സമുദായങ്ങളിലുള്ളതിനേക്കാൾ ശരിക്കും കഷ്ടപ്പാടിലൂടെ വേദനയിലൂടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ള ചെറുപ്പക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അതിനകത്ത് മാറ്റി വയ്ക്കപ്പെടേണ്ട ആളുകളുണ്ട്. അവരെയൊന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ ആദിവാസി ദളിത് ബോർഡ് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ സമൂഹത്തെ ഒറ്റച്ചാരടിലെ പുറത്തിറക്കിക്കൊണ്ട് ഏത് മുഖത്തേക്കും ഏത് പ്രതിസന്ധികളിലേക്കും നമുക്ക് ധൈര്യസമയത്ത് ഇറങ്ങി ചെല്ലാൻ പറ്റും. മാത്രമല്ല ഇന്ന് ലോകമെമ്പാട് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് സമുദായ സംഘടനകളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എംപിമാരും ഒക്കെ ഉള്ള പ്രസ്ഥാനങ്ങളൊക്കെ കഴിഞ്ഞ സൗത്ത് ഇന്ത്യൻ കോൺഗ്രസിൽ പങ്കെടുത്താണ്.
ഇപ്പോൾ നടക്കാനിരിക്കുന്ന നാഷണൽ കോൺക്ലേവിന്റെ ആ ഒരു സമയത്തേക്ക് മറ്റ് സമുദായ സംഘടനകളെല്ലാം ശക്തി പ്രാപിച്ച് വരുമ്പോൾ അന്ന് നമ്മുടെ നടുമറ്റുമായ മേലുകാവിന്റെ തൊട്ടടുത്ത സ്ഥലമായിരുന്നു കോട്ടയം. പക്ഷേ ആ മുറ്റത്ത് നടന്ന പ്രോഗ്രാമിൽ പോലും നമ്മുടെ സമുദായം ഇറങ്ങിച്ചെല്ലാത്തതിന്റെ കാര്യം നമ്മുടെ സമുദായങ്ങൾക്ക് കാര്യമായ ബോധവൽക്കരണം ലഭിച്ചിരുന്നില്ല. ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ആ കാര്യം തിരിച്ചറിയാം. പക്ഷേ ഹൈറേഞ്ചിലെ ജനം അനുഭവിക്കുന്ന വേദന അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ കളത്തിലിറങ്ങിയേ പറ്റത്തുള്ളൂ. എന്റെ വീട്ടിലേക്ക് മറ്റൊരു ഒരു വിഷയം ഉണ്ടായി എന്നെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ എത്ര ഭീരുവായിരുന്നാൽ പോലും ഞാൻ ആ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറായേ പറ്റും. അങ്ങനെ തന്നെ കാണണം. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. ഇത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. ഇതിന് വേറൊരു നേതാക്കന്മാരെ നമുക്ക് കിട്ടത്തില്ല. അറിയാമല്ലോ, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, ഇവിടെ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഒരു രാഷ്ട്രീയമാണ്. ആദിവാസി ദളിത് കോൺഗ്രസ് ഉണ്ട്, ആദിവാസി ക്ഷേമസമിതി ഉണ്ട്, പിന്നെ ആദിവാസി ദളിത് മോർച്ചയുണ്ട്. ഈ വിഷയം വന്നപ്പോൾ ഇവരുടെ ആരുടെയും ഒരു ലേബൽ പോലും ഒരു മാധ്യമത്തിൽ ശ്രദ്ധപ്പെട്ടിട്ടില്ല. നമ്മുടെ സംവരണം നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയം വന്നപ്പോഴാണ് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം 45 പേരെ പ്രതികളെ പിടിച്ചു. ഒരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസാണ്. 42 പേരെ പിടിച്ചു. ഇനിയും കിട്ടാനുണ്ട് കുറെ പേര്. മെടുക്കന്മാർ ഇനിയും ഒഴിവില്ല എന്ന് പത്രം എടുത്ത് വായിച്ചാലും ദളിത് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെ? ആദിവാസികൾക്കെതിരെ മൃഗീയമായ ക്രൂരമായിട്ടുള്ള ഇടപാടുകൾ സമൂഹത്തിൽ നടക്കുന്നു. സംവരണത്തിന്റെ പച്ചയും കൂടെ നഷ്ടപ്പെട്ടാൽ ആ നമുക്കുള്ള പരിരക്ഷയുണ്ടല്ലോ, നിയമപരിരക്ഷ, ആദിവാസി പീഡന നിരോധന നിയമങ്ങളെ ഈ സംവരണ പോകുന്നതോടുകൂടി പോകും. ആദ്യം ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് ഒരൊറ്റ മെമ്പർമാർ പോലും ഇല്ലാതാകും. എത്ര മിടുക്കന്മാരായാലും സംവരണത്തിൽ ഇവരെ നടത്തിയ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവരെ ചീട്ട് കിട്ടുന്നത്. ഇവരൊക്കെ നല്ല മിടുക്കന്മാർ, നല്ല മെമ്പർമാരാണ്. ചോദിച്ചു മേടിക്കും അവകാശം പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചു മേടിച്ച് ജനറൽ സിറ്റി മത്സരിക്കുന്ന ആളുകളായിക്കൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ട് അതും നമുക്ക് നഷ്ടമായി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കൂടിവരവുകൾ ശക്തിയായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇനിയും ഞാൻ പറഞ്ഞില്ല, ഇനി അച്ഛൻ ചോദിച്ചൂടെ സംസാരിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ഇരിപ്പുണ്ട്. ഇവര് നമുക്കിപ്പോൾ വാട്സാപ്പ് നമ്പർ തരാതെ പോയിട്ടുള്ള ആളുകളുണ്ട്. ഈ വാട്സാപ്പ് നമ്പർ മേടിക്കുന്നതാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ആരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത വീടുകളില്ല. അപ്പൊ നമ്മളൊരു നിർദ്ദേശം തന്നാൽ കൃത്യമായിട്ട് എല്ലാ വീടുകളിലും നോട്ടീസ് കൊണ്ടെത്തിക്കുന്ന കാലമൊക്കെ പോയി. ഇന്ന് അത് നമുക്ക് മര്യാദ വഴി കൊടുക്കാൻ പറ്റും. അത് സെക്രട്ടറി നിലയ്ക്ക് ഈ മിക്ക മേഖലകളിലും അറിയാം. നമ്മൾ ഈ അരഞ്ച് മേഖലകളിലൊക്കെ രാത്രി ഒക്കെ പോയി ആനക്കാട്ടിക്കൂടെയൊക്കെ തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റില്ല. അത് മാത്രമല്ല അന്നത്തെ ആഹാരത്തിനുള്ള അത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്യുന്ന നേതൃത്വരെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും. അതുകൊണ്ട് അവർക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ കളത്തിലിറങ്ങാൻ പറ്റുന്ന സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ഒരു ഒറ്റ ആഹ്വാനത്തിൽ ഈ നമ്മുടെ ഈ കൊടുത്ത ഈ സോഷ്യൽ മീഡിയ വഴി കൊടുത്ത മെസ്സേജുകളിലാണ് ഇത്രയും ജനം കൂടി വന്നതെങ്കിൽ ഇതിനകത്ത് നല്ല നല്ല നേതാക്കന്മാരുണ്ട്. നമ്മുടെ ഭാവി, നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ തലമുറയുടെ ഭാവി ഇന്നിവിടെ കൂടിയ വേദിയിലുണ്ട്. അതിന് ഒരിക്കലും അത് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് വന്നതാണ്, ആരും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല. ആ തയ്യാറെടുപ്പ് ഒരുക്കുകോട്ടയാണ്. അതെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ ഒരു ശത്രുവും നമുക്കെതിരെ വരത്തില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഏത് പണ്ടുണ്ടായിരുന്നല്ലോ ഈ ബിംബത്തെ നമസ്കരിക്കാത്തവരെയൊക്കെ നശിപ്പിച്ചു കളയുന്ന രാജകൽപ്പന ഇറങ്ങിയ കാലഘട്ടത്തില് 2-3 ചെറുപ്പക്കാരെങ്കിൽ തന്നോടുകൂടി ഡെമോക്രസി അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ എന്ത് കഴിക്കണം, ഞങ്ങൾ ആരോട് പ്രാർത്ഥിക്കണം, ഞങ്ങൾ ആരെ നമസ്കരിക്കണം, ഞങ്ങൾ തീരുമാനിക്കുമെന്ന് നിലപാടെടുത്ത ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ, മേശക്കിനെ പോലെ, അബേദ്നെഗോവിനെ പോലെ കാര്യപ്രാപ്തിയും തന്നതുമുള്ള ഈ വീഞ്ഞിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരൻ ഒരു ഇലക്ഷൻ സമയത്ത് ഇറങ്ങി തരുന്ന ഈ വീഞ്ഞിന് വേണ്ടി ഓടുന്ന ചെറുപ്പക്കാരെല്ലാം തിരിച്ചു പിടിച്ചിട്ട് ഭ്രാന്തമാക്കി കളയുന്നതിന്റെ ആയുസ് നഷ്ടപ്പെട്ടു പോകാതെ ഇങ്ങനെ നമ്മുടെ സ്വന്തം സമൂഹത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പറഞ്ഞ അവനെ കൂട്ടിവരുത്താൻ ഇപ്പം ഇതിനകത്ത് നല്ല കാര്യക്ഷമമായ കാര്യപ്രാപ്തിയുള്ള ഈ വൈകിയ വേളയിൽ ഈ സമ്മേളനത്തിൽ സജീവമായി ഇതിനെ കേൾക്കാൻ നല്ല കേൾവിക്കാരായിരിക്കുന്ന ആളുകൾ ഇതിന് നല്ല നേതൃത്വം വഹിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എല്ലാ മേഖലകളിലും നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കണം. എവിടെയെങ്കിലും കൂടി മെസ്സേജ് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാ പള്ളികളിലും അച്ഛന്മാരുണ്ട്. എല്ലാ പള്ളികളിലെയും അച്ഛന്മാരും ഉപദേശിമാരും ആ പള്ളിയുടെ ഇടവകയായിക്കോട്ടെ, മുസ്ലിമായിക്കോട്ടെ, മിഷൻ ഫീൽഡുകളായിക്കോട്ടെ, അവിടുത്തെ പ്രവർത്തകര്, മിഷണറിയോ, ഉപദേശിയോ, അച്ഛനോ, ഇവാഞ്ചലിസ്റ്റോ ആരും ആയിക്കോട്ടെ, അവർ ഈ സംഘടനയുടെ പ്രസിഡന്റ് തന്നെയായിരിക്കും. നമ്മൾ മറ്റുള്ള സംഘടനയ്ക്കുള്ളതുപോലെ യൂത്തിനും സംഘടനകൾക്കുള്ളതുപോലെ നമ്മുടെ സഭയുടെ ഈ പരമാധികാരികൾ അവർ യൂണിറ്റുകളുടെ പ്രസിഡന്റുമാരായിരിക്കും. അപ്പൊ നമുക്ക് ഈ കൊന്നത്തടി ചേർച്ചോട് ജില്ലയിലെ ഈ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എല്ലാ യൂണിറ്റുകളിലും അവിടുത്തെ അച്ഛന്റെ ഉപദേശിമാരെ പ്രസിഡന്റ് ആയിക്കൊണ്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ജില്ലകൾക്കുള്ള കമ്മിറ്റി എടുത്ത് പിരിയുന്നതായിരിക്കും ഉചിതം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി പിരിയണമെന്നാണ് അന്നോടെ കൂടിയ ഈ യോഗത്തിൽ കാര്യക്ഷമമായ ഒരു ആലോചന വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് അവിടെ ആ പ്രദേശങ്ങളിൽ കോർഡിനേഷൻ നടക്കും. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശക്തിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഏതൊക്കെ മേഖലയിൽ നിന്ന് വന്നാൽ ഇപ്പം ചേർച്ചോടുണ്ട്, കഞ്ഞിക്കുഴിയുണ്ട്, മൊത്തത്തടിയുണ്ട്, രാജാക്കാടുണ്ട്, ചെമ്മണ്ണാറുണ്ട്, ഒഴുവത്തോടുണ്ട്. അങ്ങനെ അതിന്റെ ചുറ്റുവട്ട പ്രദേശങ്ങൾ ഞാനിപ്പോൾ ഒരു ഓർഡർ കണ്ടു പറഞ്ഞതുള്ളൂ. പട്ടേക്കുടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എല്ലാ മേഖലയിൽ നിന്നും ഇതിന്റെ പ്രാതിനിധ്യം വരാൻ പോലെ ഒരു ജില്ലാ കമ്മിറ്റി ഫോം ചെയ്ത് പിരിയുവാൻ ഈ മേഖലാ കമ്മിറ്റി എടുത്ത് പിരിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചർച്ചകൾക്ക് ആർക്കെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങൾ പറയാൻ ഇനി അവസരമുണ്ട്. എല്ലാവരോടും ചോദിക്കുക. വൈകാരിക അറിയില്ല. നമുക്ക് നല്ല ആശയങ്ങൾ, ചിലപ്പം ഒരു വ്യക്തി സംസാരിക്കുന്നതിലൂടെ എത്ര ചെറുതെന്ന് തോന്നുന്ന ആ വ്യക്തിയാണെന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ ആശയം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് സഹകരിക്കുക. നമുക്ക് ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഈ സമയം പറയാം. ദൈവത്തിന്റെ പരിശുദ്ധ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഏറ്റവും സ്നേഹപൂർവ്വമാണ് താമസിച്ച് പ്രിയപ്പെട്ട
വിജയച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ ഫീസ് മതി വിജയച്ചൻ, സി വാഗീശ്വർ സാർ, പ്രിയപ്പെട്ട വൈദികരെ, സഭാ ശുശ്രൂഷകർ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നാമത്തിൻ്റെ സ്നേഹവന്ദനം. ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ 2ാമത് മേള സമ്മേളനമാണ് നമ്മളിവിടെ നടത്തിയത്. ദൈവം അനുഗ്രഹിച്ച് നല്ല ആളുകൾ പങ്കെടുത്തു. ഞാൻ പ്രതീക്ഷ കൂടുതലാണ് ആളുകൾ പങ്കെടുത്തത്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 135ഓളം പേർ രക്ഷ എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഏകദേശം 215 പേർ കൊണ്ട് ഞങ്ങൾ എണ്ണു നോക്കി. സമയത്തിന് വലിയ സംഘടന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ കടക്കുന്നില്ല. എൻ്റെ കടത്തിലോട്ട് നേരിട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. ഈ അവതരക്ഷനായിരിക്കുന്ന എല്ലാ സ്നേഹ ബഹുമാനമുള്ള റോബി കെ തോമസിന്റെ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഈ യോഗത്തിന്റെ പേരിൽ രേഖപ്പെടുത്തുന്നു. ഈ ഉദ്ഘാടനം ചെയ്ത ചർച്ചിൽ സഭയുടെ ജില്ലാ ചെയർമാൻ പ്രിയപ്പെട്ട ജോസ് പി ചാക്കോച്ചൻ എല്ലാ കാര്യങ്ങളും നൽകി കൂടെ നിന്നും യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മഹായുടെ ഓഫീസേഴ്സായ പ്രിയപ്പെട്ട മഹായുടെ ട്രഷറായി പ്രവർത്തിക്കുന്ന റോബി സി മാതികുറ്റൻ കൊച്ചമ്മ നമ്മളോടൊപ്പം ഉണ്ട്. രണ്ടുപേർക്കും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അപ്പം ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി എല്ലാ പിന്തുണയും മഹായുടെ നൽകി തന്ന കൂടെ നിന്ന പ്രിയപ്പെട്ട വൈദിക സെക്രട്ടറി കൊന്തൻ ജില്ലാ ചെയർമാൻ ടീച്ചർ വിജയച്ചന്റെ ഈ യോഗത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം മഹായുടെ അഡ്വൈസ് സെക്രട്ടറിയോട് സി വർഗീസ് സാറ് നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട സാറിന് യോഗത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. അപ്പം ചർച്ചിൽ കോൺഗ്രസിന്റെ സഭയിലെ വൈദികർ, സഭാപ്രവർത്തകർ, ശുശ്രൂഷകർ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഈ യോഗത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ മനോഹരമായി നമുക്ക് നല്ല ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട അജയ് മതേശ നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ആഴ്ച മുതൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സാറ് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇതൊരു വാർഡ് മെമ്പറും മാസ്റ്റർ സംസ്ഥാന പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ഡിക്സിംബർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ദേശീയ ചെയർമാനും വഴിവടി വാർഡ് മെമ്പറുമായ പ്രിയപ്പെട്ട സുമാൻ പി കെ ഉണ്ടായിരുന്നു. നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വാർഡിന്റെ മെമ്പറുടെ സൂപ്പർ പ്രിയപ്പെട്ട ഐസിക്ക് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഐസി നന്ദി രേഖപ്പെടുത്തുന്നു. ആദിവാസി മണ്ണാൻ ഭാഗത്തിന്റെ കലാരൂപമായ കൂത്ത് മനോഹരം അവതരിപ്പിച്ച കലാസമിതി ചിന്നപ്പാറ കുടിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകമായി നന്ദി പറയേണ്ട 12 പേരുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട റോഡ് ജോസഫ് പ്രമുഖനാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ഇടയിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതോടെ അച്ഛൻ പോകുന്ന സഭയുടെ ശുശ്രൂഷകർ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ പറ്റുന്ന പ്രയത്നിച്ചു, അധ്വാനിച്ചു. പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുന്നു. നമ്മുടെ ആദിവാസി ബോർഡിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട വി ബിസിൻ ചേട്ടൻ, പ്രിയപ്പെട്ട എന്നോടൊപ്പം ഈ പരിപാടിയിൽ എല്ലാം ഉണ്ടായിരുന്നു. തോളോട് യോഗം നിന്ന് പ്രിയപ്പെട്ട ചേട്ടൻ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ചേട്ടനെ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം മന്തടി പഞ്ചായത്ത് മെമ്പറും എഴുത്തടം സഭാംഗമായി പ്രിയപ്പെട്ട കെ ജി ബാബുസാർ നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ബാബുസാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. മാസത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ജോസാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദളിത് ആദിവാസി ബോർഡിന്റെ പ്രിയപ്പെട്ടവർ, ദളിത് സംഘടനയുടെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ സാഹിത്യ ബോർഡിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറി, എല്ലാവർക്കും മഹാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവർക്കും ഈ യോഗത്തിലൂടെ നന്ദി അറിയിക്കുന്നു. അപ്പം നമ്മുടെ പരിപാടികൾ യൂട്യൂബിലൂടെ വിവിധ മേഖലകളിൽ എത്തിക്കുന്ന പ്രിയപ്പെട്ട ജോസാർ നമ്മളോടൊപ്പം സാറിന് യോഗത്തിലൂടെ നന്ദി അറിയിക്കുന്നു. അപ്പം ഈ ചർച്ചയുടെ കൊന്തടി സഭാജിലെ വിവിധ സഭകളിൽ പങ്കെടുത്തവർ, കമ്മിറ്റിക്കാർ, കൈക്കാരന്മാർ, സഭാ സെക്രട്ടറിമാർ, കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ഷാജൻ ഇത്രയും പ്രവർത്തനം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഷാജി അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ വിവിധ നഗരന്ന ഗൗരൂപന്മാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം അധ്വാനിച്ച എൻ്റെ സഭയുടെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരുണ്ട്, കൈക്കാരന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, പ്രിയപ്പെട്ട രാജ്യനുണ്ട്, അതുപോലെ തന്നെ മൈക്രോപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട കുട്ടിക്കാരൻ. ഈ സമ്മേളനത്തിന് ചെറുതുമലുമായ കാര്യങ്ങൾ ചെയ്ത എല്ലാവരോടും നന്ദി രേഖപ്പെട്ടെ നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പറിന് ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. ആർക്ക് നന്ദി പറയാൻ വിടുന്നുണ്ടെങ്കിൽ അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർവാഹം ഒറ്റ വാക്കിയല്ല എല്ലാവരും കൃത്യമായിട്ട് നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റേൽക്കാം. വനപ്പെട്ട ജോസഫ് റാം സാറ് പ്രാർത്ഥിച്ച് മാത്തുകുട്ടിയച്ചൻ ആശ്രമം പറഞ്ഞ് നമ്മുടെ ഈ മേഖലാ സമ്മേളനം പൂർത്തിയാകുന്നു. സഭയുടെ നാഥനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം CSIS കേരള ഡയസിന്റെ ദളിതാദിവാസി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കൊന്നത്തടി ചേരച്ചോട് സഭാജിലയുടെ മേഖലാ സമ്മേളനം ഈ ദൈവാലയത്തിൽ വെച്ച് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുവാനും ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ശക്തമായ ജീവിത മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുവാനും കർത്താവേ, വളരെയധികം ഭാരം അനുഭവിക്കുന്ന ജനസമൂഹത്തിന് സഭ പ്രേക്ഷിത ദൗത്യമായി മാറുവാനും ഈ സമ്മേളനത്തെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ യുവതലമുറ ലക്ഷ്യബോധത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുമ്പോൾ അവരെ ജീവിതത്തിന്റെ അർത്ഥവത്തായ അനുഭവത്തിലേക്ക് കൈകൊടിച്ച് നടത്തുവാൻ മഹാനഗരത്തിലൂടെ ദളിതാദിവാസി പ്രസ്ഥാനത്തിന് സാധ്യമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഞ്ഞിക്കുഴി ഇടവകയ്ക്കായി സ്തോത്രം. ഇതിന് നേതൃത്വം നൽകിയ പ്രത്യേകിച്ച് ബിജു തോമസ് അച്ഛനും കർത്താവിയുടെ ചർച്ച കമ്മിറ്റിക്കും, പ്രത്യേകിച്ച് ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന വിൻസെന്റ് ബ്രദറിനെയും ഇതിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ജോൺസൺ ബ്രദറിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനോഹരമായി ചിന്തകൾ നൽകിയ ബിജു അച്ഛനെയും ജേക്കബ് മാത്യു സാറിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ആശംസകൾ അറിയിച്ച പ്രിയപ്പെട്ട ദൈവമക്കൾക്കായി സ്തോത്രം. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടി പിരിഞ്ഞു പോകുന്നതിനല്ല, മറിച്ച് നിങ്ങളുടെ എടുത്ത തീരുമാനങ്ങൾ ഏറ്റവും ശക്തമായി നടപ്പിൽ വരുത്തുവാൻ
ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ വഴി കർത്താവിൽ പരിരക്ഷിക്കപ്പെടുവാൻ ദൈവമേ ആദിവാസി ദളിത് സമൂഹം പ്രത്യേകിച്ച് രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് ഏറ്റവും ശക്തമായ നേതൃത്വത്തിലേക്ക് ഞങ്ങളുടെ മഹാനഗരിയിൽ നിന്ന് അനേകം ചെറുപ്പക്കാർ കടന്നു കഴിയുവാൻ ദൈവവിളിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയുടെ വെളിവിളിക്കാൻ സ്തോത്രം മതയാത്രയിൽ കൂടിയിരിക്കണം. രക്ഷകൻ മൂലം പ്രാർത്ഥിച്ചത് പിതാവേ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ സുഹൃത്തുക്കളിലേക്ക് ഞങ്ങൾ നിങ്ങളെ പരിഗണിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുമാറാകട്ടെ. കർത്താവിന്റെ മുഖം നിങ്ങളുടെ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപകളുണ്ടാകട്ടെ. കർത്താവിന്റെ മുഖം നിങ്ങളുടെ പകർന്ന് തന്റെ ശക്തിയാൽ നിറച്ച് വിനോദമായി കരുതുന്ന സകലജനത്തെയും രാഷ്ട്രീയവും ആത്മീയമായ സകല ബന്ധനത്തിൽ ഉപയോഗിച്ച് കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വം സൃഷ്ടിക്കായി നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുകയും ആത്മാവിന്റെ ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.